നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണ ഫോട്ടോ ഇട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് കുറെ ബോഡി ഷേമിംഗ് ഒക്കെ നടത്തിയിട്ട് കുറേ അധികം കമന്റുകൾ വന്നിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ വിഷമാണ് വന്നത്. ഞങ്ങളെ ഇഷ്ടപ്പെട്ട സമയത്ത് ഞാൻ ഏകദേശം ഒരു 96-100 kg ഉണ്ടായിരുന്നു. അപ്പൊ നന്ദു ഇതിനും മെലിഞ്ഞിട്ടാ നന്ദു വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ പണ്ടോട്ടേ ഞാൻ ആ തടീനെ പറ്റി കുറെ ബോഡി ഷേമിങ് കേൾക്കുന്നതാണ്. പിന്നെ ഓരോരുത്തർ ഏജ് ചോദിച്ചിട്ട് കുറെ കമന്റുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ആൾക്ക് പ്രായം കൂടുതലാണെന്ന് കണ്ടാ തോന്നുന്നു, അതുപോലെ കുറച്ചും കൂടെ നന്ദു വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നന്ദു ഇതിലും നല്ലത് കിട്ടുമോ, അങ്ങനെയൊക്കെ കുറെ കമന്റ് വന്നിരുന്നു. അപ്പൊ അതാദ്യം കണ്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി. അമ്മ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ എല്ലാരും സ്റ്റാർട്ടിങ് ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നു. നമ്മൾ ആരായാലും സ്റ്റാർട്ടിങ് സപ്പോർട്ട് ചെയ്യില്ല. എന്തെന്ന് അറിയാതെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ഇവരെന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ആരും സപ്പോർട്ട് ചെയ്യില്ല. ചിരിക്കുന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരാളുടെ ഹെയറിന്റെ പേരിൽ, ഒരാളുടെ സ്കിൻ കളറിന്റെ പേരിൽ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഇപ്പൊ ആ കമന്റ് ഞാൻ മാത്രമല്ല വായിക്കുന്നത്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സും അല്ലെങ്കിൽ ഇപ്പൊ നന്ദുവിന്റെ ഫാമിലിയിലുള്ളവരും റിലേറ്റീവ്സും ഒക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ വായിക്കുമ്പോ അവര് എന്തതിനെ പറ്റി ചിന്തിക്കും എന്നായിരുന്നു എന്റെ ആദ്യത്തെ തോട്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറെ ഒരു 5 കൊല്ലത്തിനടുത്തായി. പക്ഷെ ഞാൻ സംഭവം എന്നല്ല, പക്ഷെ അന്നപ്പോഴും ഈ ട്രെൻഡ് ഇപ്പൊ ഇവളാണ് എന്റെ പേജിൽ ട്രെൻഡ്. അപ്പൊ ഇവളെ വെച്ച് തോന്നെ കണ്ടന്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഒരു ടോപ്പിക്കായിട്ട് ഇപ്പൊ കളറായാലും ഞാനത് ശ്രദ്ധിക്കാറില്ല. ആരും അങ്ങനെ കണ്ട് ഇഷ്ടപ്പെടുന്നതല്ല. ഇതിപ്പോ എല്ലാരും അങ്ങനത്തെ നമ്മളെ ലൈഫിലേക്ക് ആരായാലും കയറി വരുമ്പോ കളർ ഇതൊന്നും നോക്കിയാലല്ലോ, നമ്മള് അയാളെ ക്യാരക്ടർ നോക്കിയിട്ടല്ലേ. അങ്ങനെയാണ് ഞാൻ എന്റെ ലൈഫിൽ അല്ല അങ്ങനെയാണ്. ഞാൻ നന്ദിനോട് ഞാനില്ല, വരത്തില്ല, ഞാൻ എന്നെ കാണിക്കണ്ട. കാരണം ഞാൻ ആ ഒരു ടൈമിൽ എന്റെ ലുക്ക് എനിക്ക് ചില സമയത്ത് ഒരു മാറ്ററാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയോ ഇങ്ങനെ കണ്ട ആൾക്കാർ എന്ത് പറയും എന്നുള്ള. അങ്ങനെ ഞാൻ ആദ്യം നന്ദിയുടെ അടുത്ത് ഞാൻ വരത്തില്ല എന്നാ പറഞ്ഞിട്ടുണ്ടേ. പിന്നെ എനിക്ക് ഇവർ പണ്ടോട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു ഇവരോട് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ എനിക്ക് ലുക്കിലൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവരോട് ഒന്നിനും ചേരാൻ. പിന്നെ ഇപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യാനൊരു അവസരം കിട്ടുമ്പോൾ ഞാൻ മാക്സിമം അവരോട് നിൽക്കുന്നു. കൃഷ്ണ എല്ലാരോടും സെറ്റ് ആയോ? അച്ഛൻ, അമ്മ, അനിയത്തി ഞങ്ങള് പണ്ടോട്ടേ അറിയാവുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് കല്യാണം കഴിച്ചത് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എല്ലാവരും നന്നായിട്ട് അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തോണ്ട്. ഞാൻ അവിടെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അടുത്ത ഇടയ്ക്ക് അവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ പോവുക ചെയ്യാറ്. കാരണം ഹോസ്റ്റലിലെ ഫുഡ് മോശമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പുതിയ വീട്ടിലേക്ക് ചെന്ന ഫീലൊന്നും ഇല്ല. അച്ഛന്റെ ഡാൻസ് ആണ് ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ എന്താ പറയാ, അച്ഛന്റെ കഴിവാണോ നന്ദു കിട്ടിയത്? ഡാൻസിലാണ്. അച്ഛൻ പോലീസിലായിരുന്നു. പോലീസിന് മാറി പിന്നെ ഗവൺമെന്റ് എംപ്ലോയി ആയി. പിന്നെ ഫോർമാൻ ആയിട്ട് റിട്ടയർ ആയ ഒരാളാണ്. ബോഡി ഷേമിങ് നടത്തിയിട്ടൊക്കെ കുറെ കമന്റ് ഒക്കെ വന്നില്ലേ? ശരത്ത് നേരത്തെ കല്യാണം കഴിച്ചതിന്റെ അസൂയക്കാണ് ആരാധികമാരാണ് ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതിനെ പറ്റി എന്താ തോന്നുന്നത്? അല്ല, അത് ശരിയായിരിക്കുന്നു. കാരണം നന്ദിന് കുറെ ആരാധികമാരുണ്ട്. ചിലവര് വിളിക്കാറുണ്ട്, വിളിച്ച് ഇങ്ങനെ കമ്മിറ്റഡ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിപ്പോ അപ്പൊ ഞങ്ങള് എനിക്കറിയില്ലോ പറയും ഞാൻ കേട്ടവളാണ്. അല്ല, അപ്പൊ ഞാൻ പറയും നന്ദിനോട് തപ്പു കമ്മിറ്റഡ് ആണെന്ന് പറയണം. പക്ഷെ നന്ദി കല്യാണത്തിന് അന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നന്ദി പറയുന്നത് ഫാൻസ് പോവൂലേ കമ്മിറ്റഡ് ആണെന്ന്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഗസ്റ്റ് ആയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ചെയ്യുന്ന വീഡിയോസ് കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കുറേ അധികം ആരാധകരുണ്ട്. അതൊരു ഫാമിലിയാണ്. ആ ഫാമിലിയിലെ 2 പേരെയാണ് ഇന്ന് നമുക്കൊപ്പം ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അതിൽ എന്താ പറയുക, അവരുടെ ലൈഫിലുണ്ടായ പുതിയ വിശേഷങ്ങളാകട്ടെ, അവരുടെ ലൈഫിനെ പറ്റിയൊക്കെയാണ് ഇന്ന് ഞാനിവിടെ ചോദിക്കാൻ പോണേ. നമുക്കവരെ വെൽക്കം ചെയ്യാം. ശരത് ആൻഡ് കൃഷ്ണപ്രിയ, വെൽക്കം. എന്താ പറയാ, 1 month ആയിട്ടേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് അല്ലേ? ഓൾറെഡി എന്താ പറയാ, യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ ഐഡിയൽ നന്ദൂട്ടൻ, പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കുകയാണെങ്കിൽ ശരത് പുതിയടത്തല്ലേ? ഓക്കെ, അത് വായിക്കുമ്പോ കറക്റ്റ് ആണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചേട്ടാ. അപ്പം അങ്ങനെ ഇപ്പൊ ഈ ശരത്ത് ആരാ, നന്ദു ആരാ? ശരത്ത് പേരാണ്, നന്ദു വീട്ടിൽ വിളിക്കുന്നവരാണ്. ഓക്കെ, യൂട്യൂബില് വീട്ടിൽ വിളിക്കുന്ന പേര് കിട്ടും, ഇൻസ്റ്റയില് ഒഫീഷ്യൽ നെയിം ഇട്ട് ശരത്ത് പി ശശീന്ദ്രൻ ഒഫീഷ്യൽ നെയിം. അപ്പൊ അത് മാറ്റി
പേര് എക്സ്പാൻഡ് ചെയ്ത് പുതിയ അടുത്താക്കിയിട്ട്. ഓക്കെ. എന്താ പറയാ, 1 month ആയിട്ടേ ഉള്ളൂ, ഓൾറെഡി ഒരു ബ്ലോഗിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ പോകുന്ന ഒരു ഫാമിലിയിലേക്ക് ആഡ് ആയപ്പോ എന്ത് തോന്നി? എനിക്ക് ഓൾറെഡി ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. അവിടെ ഇപ്പം ഫോൺ വഴിയാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയുന്നതും യൂട്യൂബിലെല്ലാം കാണുന്നതും കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീൽ ഉണ്ടായില്ല. എന്താന്നുള്ളത് നമുക്ക് അറിയാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. അതെ, 6 വർഷത്തെ പ്രണയമാണ് അല്ലേ? അതെ. അത് ഇപ്പം എന്തായിരുന്നു തുടക്കം, എങ്ങനെയായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? തുടക്കം ഒരു കൊറോണ ടൈമിലായിരുന്നു. ഒരു ഏകദേശം ഒരു കൊറോണ ആ ലോക്ക്ഡൗൺ ആയ ഒരു സമയം, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ലോക്ക്ഡൗൺ ആയപ്പോൾ എല്ലാവരോടും തിരിച്ച് വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളാണ് ഫസ്റ്റ് ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണുന്നത്. ഞങ്ങൾ ഓൺലൈനായിട്ടൊരു ഇൻസ്റ്റ വഴി ഒരു 3 month ഞങ്ങൾക്ക് അറിയായിരുന്നു. ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. 1-2 പ്രാവശ്യം വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ലോക്ക്ഡൌണിന്റെ ആ ടൈമിൽ ഒരു വെളുപ്പിന് ഒരു 5 മണിക്ക് റെയിൽവേ സ്റ്റേഷൻ, ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് തിരിച്ച് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്ന ടൈമിലാണ് നന്ദുവിനെ അവിടെ വെച്ച് കാണുന്നത്. അങ്ങനെ ജസ്റ്റ് സംസാരിച്ചു, കുറച്ച് നാള് സംസാരം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് നമുക്ക് ഒരു വൈബാന്ന് തോന്നിയപ്പോ അങ്ങനെ റിലേഷൻ ആയി. എവിടെയായിരുന്നു പഠിച്ചോണ്ടിരുന്നത്? എവിടെയായിരുന്നു? ഞാൻ പാലക്കാടാണ് പഠിച്ചോണ്ടിരുന്നത്. അപ്പം നന്ദു എന്ത് ചെയ്യായിരുന്നു അവിടെ? ഞാൻ പഠിക്കല്ലേ, അവിടെ പഠിച്ചോണ്ടിരിക്കുക? അല്ലല്ല, ഞാൻ കോഴിക്കോട്. നന്ദു കോഴിക്കോടാണ് പഠിച്ചോണ്ടിരുന്നത്. കോഴിക്കോട് ഡിപ്ലോമ പഠിക്കായിരുന്നു. ജസ്റ്റ് ഞങ്ങൾ അത് ഇൻസ്റ്റ വഴി ജസ്റ്റ് ഒന്ന്. അല്ലെ, എങ്ങനെയാ അപ്പൊ കണ്ടത്? എങ്ങനെയാ? പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് കണ്ടത്. അപ്പൊ അന്ന് കൊറോണന്റെ സമയത്ത് കൊറോണ ലോക്ക്ഡൌൺ ഒക്കെ വന്ന് ആ ടൈം അങ്ങ് ലോക്ക് ആവുന്നതിന് മുമ്പേ അറിയില്ലായിരുന്നു. അന്ന് മാസ്ക് ഒക്കെ ഇട്ട് പുറത്തിറങ്ങാൻ വേണ്ടി പറഞ്ഞ ടൈമായിരുന്നു. മാസ്ക് ഒക്കെ ഇടണം, അപ്പൊ ആ ടൈമിലാണ് മാസ്ക് ഒക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞ് ആ ടൈമില് പോവാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ് അന്ന് രാത്രി തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് കോഴിക്കോട് നിന്ന് ഒരു പുലർച്ചെയാകുമ്പോ ഏട്ടനെയും കൂട്ടിയിട്ട് ഇറങ്ങിയതാ, ഒരു ഫാമിലിയുള്ള. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആകുമ്പോ അവിടെ എത്തിയിട്ട് കാണാൻ ഒരു 5 മിനിറ്റ് കണ്ടുള്ളൂ, പക്ഷെ 2-3 മണിക്കൂർ പോകേണ്ടി വന്നു. അന്ന് പോയി 5 മിനിറ്റ് കാണാൻ വേണ്ടിട്ട് 5 മിനിറ്റ് കണ്ടുള്ളൂ, 5-10 മിനിറ്റ്. അപ്പഴേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നോ? ആ ഒരു സംസാരിച്ച 3 ദിവസം ആ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല ശരിക്കും ഇതുവരെ. അങ്ങനെ ഞങ്ങളങ്ങ് ഇതാണ്. ആണ്. അതിനുശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാനായി. അങ്ങനെയാ? ഇടയ്ക്കിടയ്ക്ക് പാലക്കാട്, ഞാൻ പഠിക്കുന്ന പാലക്കാടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നന്ദോളം വരുമായിരുന്നു. അവിടെ വെച്ച് അങ്ങനെ കാണലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വീട്ടിലറിയുകയും പിടിക്കുകയും ഭയങ്കര പ്രശ്നമായി. വീട്ടിൽ ആദ്യം അറിഞ്ഞേ നന്ദനായിട്ട് ആദ്യം തൊട്ട് അറിയായിരുന്നു. അവർക്ക് അങ്ങനെ ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് നന്ദനായിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. എന്റെ വീട്ടിൽ അങ്ങനെ സമ്മതിച്ചിരുന്നു, എന്റെ വീട്ടിൽ പിടിക്കുകയതേ. അങ്ങനെ പിന്നെ കുറെ പ്രശ്നങ്ങളായി, നിർത്തണം, പഠിക്കാൻ തിരിച്ചിനി വിടൂല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ അത് നിർത്തിന്നൊക്കെ വീട്ടിൽ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ അങ്ങനെ തന്നെ അത് കണ്ടിന്യൂ ചെയ്തു. കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഒരു എന്റെ മുമ്പത്തെ വർഷം 2023 ആണ് ഇവര് ഇവിടോട്ട് അച്ഛനും അമ്മയും അനിയത്തിയും നന്ദുവും കൂടെ ഇവിടെ പെണ്ണ് കാണാൻ വന്ന് അങ്ങനെ ഉറപ്പിച്ചു. ഞങ്ങള് 2024 ജൂണില് ആണ് ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് പോയി ഉറപ്പിച്ചത്. അങ്ങനൊക്കെയാണ് നടന്നത്. അപ്പം ഈ പറയുന്ന നമ്മൾ കാണുന്ന ഇൻഫ്ലുവൻസർ ഫാമിലിയെ ഒക്കെ, അതായത് അതിന്റെ ഒക്കെ തുടക്കത്തിന് മുന്നേ തന്നെ നന്ദുവിന്റെ ലൈഫിലേക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 2019 ആ ടൈം തൊട്ട് ഞങ്ങൾക്ക് അറിയായിരുന്നു. ആണല്ലേ? ആ ഒരു ടൈമിലാന്ന് തോന്നുന്നു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണോ? 2019 അതിന് മുമ്പേ ചാനൽ ഉണ്ടായിരുന്നു, പക്ഷെ അത്ര ലൈവ് അല്ലായിരുന്നു ചാനലൊന്നും. അപ്പോ അതിന് ശേഷം കൊറോണ കഴിഞ്ഞ് പിന്നെ ഡിപ്ലോമ എടുത്ത് ഞാൻ ഇൻഡസ്ട്രിയിലായിരുന്നു പണി. അതിന് മുമ്പേ ഡെലിവറി ബോയ് ആയിരുന്നു, കാറ്ററിംഗ് വർക്കൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ആദ്യത്തെ ലൈഫ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം വെറുതെ യൂട്യൂബില് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ശരിക്കും യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാവരും കൊറോണന്റെ ഉള്ളിലായിരുന്നു, അപ്പൊ കുറെ ഓഡിയൻസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അന്നപ്പോ കൊറോണയുടെ സമയത്ത് ഞാൻ ഇൻഡസ്ട്രിയിൽ പണിയെടുക്കായിരുന്നു. അവിടെ ഗ്രൈൻഡിങ്ങും ഡ്രില്ലിങ്ങും ഒക്കെ ആയിരുന്നു പണി. അപ്പൊ ആ പണിക്ക് ശേഷമാണ്, അതൊക്കെ കഴിഞ്ഞ് 6 മാസത്തെ ഇന്റേൺഷിപ്പിന് ശേഷം വീട്ടിൽ കുറച്ചൊരു ബ്രേക്ക്, ഒരു 1 month ബ്രേക്ക് വന്നു. അപ്പൊ ഞാൻ കോയമ്പത്തൂരോ ബാംഗ്ലൂരോ എവിടെയാ പോവുക, എന്തിന് പണിക്ക് പോകണം എന്നുള്ള ചിന്തയിൽ അന്നപ്പോ 1 മാസം വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഫോണൊക്കെ എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ചെയ്ത്. അപ്പോ വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, 100-200 അങ്ങനെ റേഞ്ചിലേക്ക് സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു.
അപ്പൊ പിന്നെ സ്റ്റോപ്പ് ചെയ്യണോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ചിന്തയിലായിരുന്നു. അന്നപ്പോ ആ ടൈമില് കുറച്ചും കൂടെ നന്നാക്കി ചെയ്യാന്ന് പറഞ്ഞപ്പോ ഏട്ടനെ വിളിച്ച് ഏട്ടനോട് രാജേട്ടനാണ് ഏട്ടൻ ഒരു അമ്മേന്റെ ചേച്ചിനെ മന. അപ്പൊ ആളിനെ വിളിച്ച് ചെയ്യുന്നുണ്ട്, എന്താ എന്റെ പ്ലാൻ ഇങ്ങനെയൊക്കെ ചോദിച്ച ഏട്ടന്റെ ഡിസീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ പറഞ്ഞ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ എന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ്. അന്നപ്പോ ഏട്ടന്റെ ക്യാമറ ഉണ്ടായിരുന്നു, നൈക്കൺ D3 100 എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പൊ അതിലായിരുന്നു സ്റ്റാർട്ടിങ് ക്യാമറ എടുത്തിരുന്നത്. അപ്പൊ അതില് ചെയ്തു തുടങ്ങിയപ്പോ കുഴപ്പമില്ല അങ്ങനെ ചെയ്യാന്നുള്ളൊരു തോട്ട് വന്ന് അപ്പോ ചെയ്തു തുടങ്ങി. പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോ ഒരു 1K വരെ എത്തി, പക്ഷെ റവന്യൂ ഒന്നും ആയില്ല. അപ്പോ റവന്യൂ അല്ലാത്തോണ്ട് ഇനി ചെയ്യണോ അല്ലെങ്കിൽ പണിക്ക് പോകണോ എന്നുള്ള ചിന്തയിലായിരുന്നു സ്റ്റാർട്ടിങ് ഒക്കെ. അപ്പം പണിക്ക് പോവാന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛന്റെ സൈഡിൽ നിന്നും അമ്മേന്റെ സൈഡിൽ നിന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ് അവര് സ്റ്റാർട്ടിങ് സപ്പോർട്ട് മീൻസ് വമ്പ സപ്പോർട്ടല്ല. ഞാൻ പറഞ്ഞു എനിക്കിത് ചെയ്താൽ കൊള്ളാന്നുണ്ട് എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്നപ്പോ അവരുടെ അങ്ങനെ ഒബ്വിയസ്ലി ഇങ്ങനെ ഷെയർ ചെയ്തപ്പോ അവരും പറഞ്ഞ് നോക്ക് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്ത്. അപ്പൊ അച്ഛന്റെ സൈഡിൽ നിന്ന് ആദ്യത്തെ ക്യാമറ കനോണിന്റെ ഒരു ക്യാമറ വാങ്ങി. അതിന്റെ മുമ്പ് സാംസങ്ങിന്റെ ഒരു ഫോൺ ഇൻഡസ്ട്രിയിൽ പഠിക്കുന്ന സമയത്തെ പണിയെടുത്ത് ഒരു 10-14,000 രൂപയായപ്പോ ഒരു ഫോൺ വാങ്ങി. അതിനുശേഷമാണ് പിന്നീടൊരു ക്യാമറയിലേക്ക് എത്തിയ. അങ്ങനെ കനോണിന്റെ ഒരു 200D സെക്കൻഡ് ക്യാമറ വാങ്ങി. അങ്ങനെയാണ് ഒരു വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ രീതിയിലേക്ക് ആയി മാറി. അങ്ങനെ കുറച്ച് ചെയ്തപ്പോ പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത് സത്യം പറഞ്ഞ. അപ്പൊ പിന്നെ അവിടെ സ്റ്റക്കായി, കാരണം റവന്യൂ കിട്ടുന്നില്ല. പിന്നെ എന്ത് ചെയ്യാന്ന് വിചാരിച്ച് പിന്നെ അമ്മയ്ക്ക് ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങി. ആ കുക്കിംഗ് ചാനൽ ഭയങ്കര ക്ലിക്കായി. ആ കുക്കിംഗ് ചാനലിൽ നിന്ന് റവന്യൂ വന്നു തുടങ്ങി. അപ്പൊ കാരണം ഈ ഷോർട്ട് ഫിലിം എന്നൊക്കെ പോലുള്ള കൺസെപ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഷോർട്ട് ഫിലിമിൽ ഒരാൾ പോരാ. എനിക്ക് മറ്റേ ചില വീഡിയോസ് കാണാം, ഒരാൾ തന്നെ ആണാവും, പിന്നെ അയാൾ തന്നെ പെണ്ണാവും, പിന്നെ അങ്ങനെ എടുക്കുന്നത് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പൊ എടുക്കുമ്പോൾ ഒരു മേക്കിംഗ് ഒക്കെ നന്നാണെന്ന് വിചാരിച്ചിട്ട് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാനൊക്കെ വിചാരിച്ചു. അപ്പൊ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇപ്പോഴായാലും അത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ യൂട്യൂബ് ചാനൽ മെല്ലെ സ്റ്റക്ക് ആവുന്നത്. അപ്പോ അതില് പിന്നീട് യൂട്യൂബ് ചാനൽ അത് നിർത്തി അമ്മേന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങി. അതിനകത്ത് നല്ല ഒരു ഞാൻ മുക്കത്തുകാരി എന്ന ചാനലാണ്, ഫേസ്ലെസ് ചാനലാണ്. അപ്പൊ അതിനകത്ത് ഇപ്പോഴും അമ്മ ഫേസ് കാണിച്ചില്ല ആ ചാനലില്. അപ്പൊ അതിലിങ്ങനെ നല്ല ഫോളോവേഴ്സ് ആയിരുന്നു. 140 ഇപ്പൊ 150K വരെ എത്തി ആ പേജ്. അതിന് മുമ്പേ അതിപ്പോ നിർത്തിയിട്ട് ഒരു 3 കൊല്ലം. അതിനകത്ത് അത്രയും ഫോളോവേഴ്സ് ഇപ്പോഴും ഉണ്ട്. അതിന്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയി. അപ്പൊ അമ്മയ്ക്കൊരു വിശ്വാസമായി അങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാനൊരു കൺസെപ്റ്റ് കുറെ പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കായിരുന്നു. അപ്പൊ അങ്ങനെയാണ് മനസ്സിലായത് ഇത്ര വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത്ര റീച്ചിലേക്ക് എത്താൻ പറ്റും. അതിപ്പോ ഏതൊരു സാധാരണക്കാരനാണെങ്കിലും ഒരു 2000-3000 വീഡിയോസിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി. അപ്പൊ 1 million പ്ലേ ബട്ടൺ കിട്ടും. ഒരു 1154 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 100K വരെ എത്തും. ഒരു 300-400 വീഡിയോ ഇട്ടിട്ട് റിഗ്രറ്റ്സ് അടിക്കാവും എന്നൊക്കെ പറഞ്ഞ കുറെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോസ് ഇടുന്നതിലേക്ക് എന്റെ ശ്രദ്ധ. ഇപ്പോഴും ഞാൻ ക്വാളിറ്റിയിലല്ല ഫോക്കസ് ചെയ്യുന്നത്, ക്വാണ്ടിറ്റിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ തോനെ വർക്ക് റിലീസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ മുന്നോട്ടേ പോയി. പിന്നെ നന്ദുട്ടം വ്ളോഗ് തുടങ്ങിയതിന് ശേഷമാണ് ചറപറ വീഡിയോ ഉള്ളത്. ഇപ്പൊ ഒരു വർഷം കൊണ്ട് 1500 വീഡിയോന്റെ മുകളിലേക്ക് ഇട്ട്. അപ്പൊ തോനെ വീഡിയോസ് ഇടുന്ന ചിന്താഗതിയിലാണ് എപ്പോഴും മുന്നോട്ടേ പോകുന്നത്. പക്ഷെ ക്വാളിറ്റി വീഡിയോസ് ഇടാന്ന് പറഞ്ഞാൽ നല്ല എഫേർട്ടാണ്. ആ ഒരു ടൈമിൽ ഇങ്ങനെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നന്ദു ആഗ്രഹിക്കുന്നത്. ഇപ്പം ഉള്ള കൃഷ്ണന്റെ ഒരു റിപ്ലൈ എന്തായിരുന്നു? അല്ല, ഞാൻ റിബലായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കായിരുന്നു. അപ്പൊ എന്റെ വീട്ടില് കുറച്ച് സിറ്റുവേഷൻ ബാഡാണ്, ഫിനാൻഷ്യലി കുറച്ച് ബാഡാണ്. അപ്പൊ എന്നെയാണ് എല്ലാരും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ എന്തായാലും എനിക്ക് എന്റെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അവർ ആദ്യം എന്തായാലും ചോദിക്കുക ജോലിയായിരിക്കും, അല്ലെങ്കിൽ എന്ത് പഠിക്കുകയാണ്. ആ പഠിക്കുന്ന ടൈമായിട്ട് ചിലപ്പോൾ എന്ത് പഠിക്കുകയാണ് അല്ലെങ്കിൽ എന്താ ജോലി എന്നായിരിക്കും ആദ്യം ചോദിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ പറയാനും പറ്റൂല ഇന്നൊരു യൂട്യൂബ് ചാനൽ ചെയ്തോണ്ടിരിക്കുക എന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ എന്തായാലും സമ്മതിക്കത്തില്ല. അല്ലെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് സമ്മതിക്കില്ലായിരുന്നു. അത് പറയാതെക്കാൻ വേണ്ടിയാണ് ഞാൻ ഫോട്ടോഗ്രാഫർ ആയി. ഇപ്പോഴായാലും ഞാൻ ഫോട്ടോഗ്രാഫറെ പേരിൽ തന്നെ അറിയപ്പെടുന്നത്. മീൻസ് എനിക്ക് എന്താ പണി എന്ന് വെച്ചാൽ ഞാൻ ഫോട്ടോഗ്രാഫറാണ്. ഞാൻ അതിന്റെ ഇടയ്ക്കൂടെ ഒരു ക്യാമറ ഒക്കെ വാങ്ങി. അതിന് വെച്ചാൽ പൈസ തന്ന് ആ പൈസ ഒക്കെ അടച്ചിട്ടോ, ലോൺ എടുത്ത് പൈസ 2 ലക്ഷം രൂപേന്റെ എടുത്ത് സോണിന്റെ ക്യാമറ വാങ്ങി. അപ്പൊ ഞാൻ പിന്നെ ഇപ്പൊ എന്റെ തൊഴിൽ എന്താ വയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാം ഫോട്ടോഗ്രാഫറാണ്, വെഡിങ് ഫോട്ടോഗ്രാഫറാണ്. അതിന്റെ വർക്ക് എടുക്കല് കഴിഞ്ഞ മാസം കൂടെ വെഡിങ്ങിന്റെ വർക്ക് എടുത്തില്ല. അപ്പോൾ ഫീൽഡ് തന്നെയാണ്. കാരണം യൂട്യൂബ് നാളെ ബാൻ ചുക്കാഹ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഇല്ലല്ലോ. അപ്പൊ നിൽക്കാൻ ഒരു ഫീൽഡ് എന്നുള്ള ഇതിൽ ഞാൻ എപ്പോഴും ഫോട്ടോഗ്രാഫർ ആയിട്ട് തന്നെയാണ്. നന്ദു കുറെ കഷ്ടപ്പെടും. കാരണം ഞാൻ ആദ്യം അങ്ങനെ എന്റെ വീട്ടിൽ പറഞ്ഞപ്പോ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നന്ദു ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ടൈമിലായിരുന്നു എന്റെ വീട്ടിൽ ഇത് അറിഞ്ഞത്. അപ്പൊ ഞാൻ അന്ന് വീട്ടില് നന്ദു ഡിപ്ലോമ കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്യുവാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോഴും ഡിപ്ലോമ എന്നൊക്കെ പറയുമ്പോ അവർക്ക്, കാരണം ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കുന്നത് കൊണ്ട്. പിന്നെ അതിനുശേഷം നന്ദു ഡിഗ്രി എന്നുള്ളതിന് BA ലിറ്ററേച്ചർ എടുത്തു തന്നു.
അങ്ങനെ ഡിഗ്രി കോഴ്സ് അത് കംപ്ലീറ്റ് ചെയ്തു. ഡിപ്ലോമ ഉണ്ടായിരുന്നു ഓൾറെഡി. ഡിപ്ലോമ ടൂളാൻഡേ ആയിരുന്നു. അപ്പോൾ ടൂളാൻഡേ കഴിഞ്ഞ് 5 ലക്ഷം രൂപ മാസം സാലറി കിട്ടുന്ന പറഞ്ഞ് ടൂളാൻഡേ എടുത്തായിരുന്നു. അപ്പൊ അത് സാലറി കിട്ടണമെങ്കിൽ പുറത്തൊക്കെ പോയി പണിയെടുക്ക് 8-10 കൊല്ലം എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്ന് കണ്ട്. അപ്പൊ പഠിച്ചിറങ്ങി പിന്നെ ഫീൽഡിലുള്ള ആൾക്കാരടക്കം 1-2 ലക്ഷം രൂപ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടേക്ക് എത്താൻ കുറെ കൊല്ലം എടുക്കുന്നു കണ്ടപ്പോൾ മെല്ലെ എന്ത് ചെയ്യണം എന്നുള്ള നാട്ടിൽ തന്നെ നോക്കിയിട്ട് ഡിഗ്രിക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ജോയിൻ ചെയ്ത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത്. കാര്യമൊന്നുമില്ല, എല്ലാവരും അത് എടുത്തു. പിന്നെ അപ്പോഴും നന്ദു ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ കുറച്ച് മാറി. അപ്പൊ ഞാൻ യൂട്യൂബിനോട് മൊത്തത്തിൽ റിബലായിരുന്നു. കാരണം എനിക്ക് എന്റെ വീട്ടിൽ പറയാനുള്ള അന്നിപ്പോ ആ ടൈമില് ഫോട്ടോ ഇത് യൂട്യൂബ് നിർത്തി ചെറിയ ചെറിയ എൻഗേജ്മെന്റ് വർക്കൊക്കെ വരുമ്പോ അത് പോയി കവർ ചെയ്ത് അതിനകത്ത് പൈസ ഒക്കെ ഉണ്ടാക്കി. പിന്നെ അങ്ങനെ ഒരു ഏർണിങ്സ് ആക്കി. ഡിപ്ലോമ ടൈമില് ഈ ഡെലിവറി ഐസ്ക്രീമിന്റെ പരിപാടി. അപ്പൊ ഐസ്ക്രീം ഷോപ്പിൽ പോയിട്ട് ഐസ്ക്രീം ഉണ്ടാക്കലും പിന്നെ അതിന്റെ ഒപ്പം അത് ഡെലിവറി ചെയ്യലും പിന്നെ പൈസ കളക്ട് ചെയ്യുന്നൊക്കെ ആയിരുന്നു സ്റ്റാർട്ടിങ് കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പൈസ ഉണ്ടാക്കി ഇവിടെ കാണാൻ പോകണല്ലോ. അപ്പൊ അങ്ങനെയായിരുന്നു പൈസ ഒക്കെ ഉണ്ടാക്കി. പൈസ അങ്ങനെ സ്പെൻഡ് ചെയ്തോണ്ടിരുന്നത്. കാണാൻ പോലും കറങ്ങാനും. പിന്നെ അച്ഛനും തരുട്ടോ പൈസ. ഇതാണെന്ന് പറയില്ല, ഇതാണെന്ന് പറയില്ല. ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു നന്ദുവിന്റെ വ്യൂസിൽ അവരാണല്ലേ വന്നിട്ടുള്ളത്. കാരണം അമ്മച്ചനും ആദ്യമായാലും ഇപ്പോഴായാലും അവർക്ക് ആവാത്തോണ്ടാ. പിന്നെ ഇപ്പൊ അച്ഛമ്മേനൊന്നും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛമ്മയ്ക്ക് നല്ല മറവിയുണ്ട്, അച്ഛമ്മക്ക് അൽഷിമേഴ്സ് ഉണ്ട്. അപ്പം ആൾക്ക് ഡയലോഗ് എന്നാലും നല്ല മറവിയാണ്. ഇപ്പൊ പറഞ്ഞാലും ചിലപ്പോ കുറച്ച് കഴിയുമ്പോ ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഡയലോഗ് ഒന്നും പറഞ്ഞു കൊടുത്താല് നന്ദു പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ എടുക്കാൻ സമയത്തേക്ക് അച്ഛമ്മ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ അച്ഛമ്മ മാനേജ് ചെയ്യും. അത് മാക്സിമം ഇപ്പോഴാണെങ്കിലും ചെയ്യും. പക്ഷെ അങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാരും കൂടെ കിട്ടാൻ പാടാണ്. കാരണം എല്ലാവർക്കും പല പല കാര്യങ്ങളായതുകൊണ്ട് എല്ലാരും കൂടെ ഒരുമിച്ച് കിട്ടാൻ ഇപ്പൊ ബുദ്ധിമുട്ട്. പക്ഷെ അമ്മച്ചൻ ഉഷാറാ. പക്ഷെ ഇന്ന് അമ്മച്ചനെ വിളിച്ചപ്പോ അമ്മച്ചന് വയ്യാന്നൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ കമന്റ് ബോക്സിന്റെ കാര്യം പറയുമ്പോഴാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണ ഫോട്ടോ ഇട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് കുറെ ബോഡി ഷേമിങ് ഒക്കെ നടത്തിയിട്ട് കുറേ അധികം കമന്റുകൾ വന്നിട്ടുണ്ട്. അപ്പം എന്താ ഫസ്റ്റ് അങ്ങനെ കണ്ടപ്പോ എന്താ തോന്നിയേ? എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോ വിഷമാണ് വന്നത്. കാരണം അങ്ങനെ എനിക്ക് അതിനെപ്പറ്റി ബോഡി ഷേമിങ്ങിനെ പറ്റി അങ്ങനെ വലിയ ബോധമല്ല. കാരണം എനിക്ക് ഓൾറെഡി നല്ല തടി ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടേ ഹെറിഡിറ്ററി ഉള്ളതാണ്. അപ്പൊ പണ്ട് തൊട്ടേ ഞാൻ ആ തടീനെ പറ്റി കുറെ ബോഡി ഷേമിങ് കേൾക്കുന്നതാണ്. അപ്പൊ എനിക്ക് ആ ഒരു ഇതിനെ പറ്റി കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോരുത്തർ ഏജ് ചോദിച്ചിട്ട് കുറെ കമന്റുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ആൾക്ക് പ്രായം കൂടുതലാണെന്ന് കണ്ടാ തോന്നുന്നു. അതുപോലെ കുറച്ചും കൂടെ നന്ദു വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നന്ദിന് ഇതിലും നല്ലത് കിട്ടുമോ, അങ്ങനെയൊക്കെ കുറെ കമന്റ് വന്നിരുന്നു. അപ്പൊ അതാദ്യം കണ്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അപ്പൊ വീട്ടുകാരെല്ലാരും പറഞ്ഞു അതിലൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ, നമ്മൾ എന്തിനത് മൈൻഡ് ചെയ്യണം എന്നൊക്കെ തോന്നി. പിന്നെ ഞാൻ ഇപ്പൊ അത് അങ്ങനെ കാണുമ്പോ അതിനെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതിന് നെഗറ്റീവ് കമന്റ്സ് ഒരു 2 വന്നാ ഒരു 100 പോസിറ്റീവ് കമന്റ് വരുന്നുണ്ട്. നെഗറ്റീവ് കമന്റ് വായിക്കാൻ വേണ്ടിയിട്ടാണ് പ്രശ്നം വരുന്നത്. അങ്ങനെ കണ്ട ആളെ സങ്കടപ്പെട്ടപ്പോ നന്ദു എന്താ ചെയ്തേ? നന്ദു അങ്ങനെ സങ്കടപ്പെടുമ്പോ ആശ്വസിപ്പിക്കുന്ന ഒരു ടൈപ്പ് അല്ല. അതിനെ നന്ദു അവരിട്ട കമന്റ് 2-3 പ്രാവശ്യം നമ്മളെ വായിച്ച് കേൾപ്പിക്കും. അപ്പൊ നന്ദു നമ്മളത് കേട്ട് നമുക്കത് കേട്ട് നമ്മളതൊന്നും അല്ല അങ്ങനെയാണ്. അല്ല നന്ദു നമ്മളിങ്ങനെ കരയുമ്പോ അങ്ങനെ ആശ്വസിപ്പിക്കില്ല. അങ്ങനത്തെ നേച്ചർ ഒന്നുമില്ല. നന്ദു നമ്മുടെ ചെവിയുടെ അവിടെ വന്നിരുന്നിട്ട് ഈ കമന്റ് പിന്നെ ഒരു 10 പ്രാവശ്യം വായിക്കും. അങ്ങനെയാണ്. അപ്പൊ അത് കേട്ട് നമുക്ക് ആ വിഷമം മാറണം എന്നാണ്. അങ്ങനെയാണ് നന്ദു. അല്ല അങ്ങനെയല്ല സംഭവം. ആ നെഗറ്റീവ് കമന്റ്സ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെവിടെയുള്ള ആൾക്കാരെന്ന് പോലും അറിയില്ല. അപ്പൊ അവര് കരുതൽ എവിടെയോ വരുന്നൊരു പോസ്റ്റ് പോലെ അവരിട്ട് പോകുന്നത്. ഇപ്പൊ നമ്മള് ടെൻസ്ഡ് ആയിട്ട് അവരുടെയായിട്ട് കാര്യമില്ല. കാരണം അതങ്ങനെയാണ്. അപ്പോൾ അവരെ ഇതാക്കി വിടുക, നമ്മളായിരിക്കുക, അത്രേ പറ്റുള്ളൂ. ഈ പറയുന്ന പോലെ എന്താ പറയുന്നത്, ഒരാൾ ചിരിക്കുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരാളുടെ ഹെയറിന്റെ പേരിൽ ഒരാളുടെ സ്കിൻ കളറിന്റെ പേരിൽ എന്ന് വെച്ചാൽ ഇപ്പം ഫസ്റ്റ് ഇതിപ്പോ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ല കൃഷ്ണ. ഓൾറെഡി നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഇപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലൊക്കെ ആൾക്കാർ അനാവശ്യം പറഞ്ഞപ്പോ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഇത് തോന്നില്ലേ എപ്പോഴെങ്കിലും ഇതായിട്ടുണ്ട്? കാരണം നമ്മൾ അതെ ഓക്കെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്ന മെസ്സേജ് അല്ലല്ലോ. എനിക്ക് അങ്ങനെ ഒരു തോട്ടില്ലായിരുന്നു. എനിക്ക് ഇപ്പൊ ആ കമന്റ് ഞാൻ മാത്രല്ല വായിക്കുന്നത്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സും അല്ലെങ്കിൽ ഇപ്പൊ നന്ദുവിന്റെ ഫാമിലിയിലുള്ളവരും റിലേറ്റീവ്സും ഒക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഫാമിലിനെ പറ്റി ഞാൻ ബോധമല്ല, കാരണം അവർക്ക് എന്താന്നുള്ളത് അറിയാം. പക്ഷെ അങ്ങനെ അവർ വായിക്കുമ്പോ അവര് എന്തതിനെ പറ്റി ചിന്തിക്കും എന്നായിരുന്നു എന്റെ ആദ്യത്തെ തോട്ട്. ഇപ്പൊ നന്ദുവിന്റെ റിലേറ്റീവ്സ് ഒക്കെ ഇത് വായിക്കുമ്പോ അയ്യോ അവർക്ക് ഇങ്ങനെ വായിച്ച് അവർക്ക് ആ തോട്ട് ഉണ്ടാകുവോ, അങ്ങനെ മൈൻഡ് എനിക്ക് ആദ്യത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ടപ്പോൾ എന്റെ ഫാമിലി ആരും എതിരല്ലായിരുന്നു. കാരണം ഞങ്ങളെ ഇഷ്ടപ്പെട്ട സമയത്ത് ഞാൻ ഏകദേശം ഒരു 96-100 kg ഉണ്ടായിരുന്നു. അപ്പൊ നന്ദു ഇതിനും മെലിഞ്ഞിട്ടാ നന്ദു വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ആ ഒരു രൂപത്തിലാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്.
പിന്നെ ഞാൻ തന്നെ 70 കിലോ 62 കിലോ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചാണ് ഞാൻ ഇത്രയും തടി കുറച്ചത്. തടി കൂടുതൽ. അതിൽ നിന്ന് ഞാൻ ഇപ്പൊ ഒരു 67 kg ഞാൻ അത്രയും കുറച്ചതാണ്. അപ്പൊ ഞാനിപ്പോ എന്റെ ലുക്കില് കോൺഫിഡന്റ് ആണ്. പിന്നെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോ ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ പക്ഷേ ഈ നെഗറ്റീവ് കമന്റിന്റെ ഇടയിലായാലും പോസിറ്റീവ് കമന്റുകളും വരുന്നുണ്ട്. ചേച്ചിയുടെ ചിരി കാണാൻ നല്ല ഭംഗിയാണല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു കമന്റും പോസിറ്റീവ് കമന്റ് തോന്നി, നെഗറ്റീവ് കമന്റ് ഒരാളൊരു നെഗറ്റീവ് പറഞ്ഞാൽ അതിന്റെ താഴെ കുറെ പൊതുവെ അവിടെ ഒരു രീതി അതാണല്ലോ. നമ്മൾ ഒരു 100 പോസിറ്റീവ് കമന്റ് ഉണ്ടെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് അതിന്റെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതായിരിക്കും ഫസ്റ്റ് നോട്ടീസ് ചെയ്യുക. സംഭവം ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറെ ഒരു 5 കൊല്ലത്തിനടുത്തായി. പക്ഷെ ഞാൻ സംഭവം എന്നല്ല, പക്ഷെ അന്നപ്പോഴും ഈ ട്രെൻഡ് ഇപ്പൊ ഇവളാണ് എന്റെ പേജിൽ ട്രെൻഡ്. അപ്പൊ ഇവളെ വെച്ച് തോന്നെ കണ്ടന്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഒരു ടോപ്പിക്കായിട്ട് ഇപ്പൊ കളറായാലും ഞാൻ ശ്രദ്ധിക്കാറില്ല. ആരും അങ്ങനെ കണ്ട് ഇഷ്ടപ്പെടുന്നതല്ല. അതിപ്പോ എല്ലാരും അങ്ങനത്തെ നമ്മളെ ലൈഫിലേക്ക് ആരായാലും കയറി വരുമ്പോ കളർ ഇതൊന്നും നോക്കിയാലല്ലോ, നമ്മള് അയാളെ ക്യാരക്ടർ നോക്കിയിട്ടല്ലേ. അങ്ങനെയാണ് ഞാൻ എന്റെ ലൈഫിൽ എല്ലാവരും അങ്ങനെയാവണമെന്നില്ല. അപ്പൊ ഇയാള് വെറുതെ റെസ്പോണ്ട് ചെയ്യാ. ഇതിപ്പോ കമന്റ്സ് നെഗറ്റീവ് ആകുമ്പോ ഇവർക്ക് വിഷമം ഉണ്ടാവാറുണ്ടായിരുന്നു. അല്ല, കാരണം ഞാൻ ഈ ഫീൽഡിൽ ഉള്ള ഒരാളല്ലല്ലോ. ഞാൻ ഇവരോട് ഇത്രയും നാളും വീഡിയോസിലൊന്നും വന്നിട്ടില്ല. ഞങ്ങളുടെ റിലേഷനും അങ്ങനെ ഞങ്ങൾക്ക് അറിയാവുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ ഇങ്ങനെ നന്ദു ഇങ്ങനെ ഫീൽ ഉള്ളതുകൊണ്ട് അല്ലാതുള്ളവർക്കാർക്കും നന്ദു കമ്മിറ്റഡ് ആണെന്നുള്ളതൊന്നും അങ്ങനെയൊന്നും അറിയണ്ടായിരുന്നില്ല. ഈ കല്യാണ സമയത്താണ് ആൾക്കാർ ഇത് അറിയുന്നത്. ഈ ഫീൽഡിൽ അല്ലാത്തോണ്ട് തന്നെ ആ ഒരു ഇത് വരുന്നുണ്ടായിരുന്നു. ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നന്ദിനോട് ഞാനില്ല, വരത്തില്ല, ഞാൻ എന്നെ കാണിക്കണ്ട. കാരണം ഞാൻ ആ ഒരു ടൈമിൽ എന്റെ ലുക്ക് എനിക്ക് ചില സമയത്ത് ഒരു മാറ്ററാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയോ ഇങ്ങനെ കണ്ട ആൾക്കാർ എന്ത് പറയും എന്നുള്ള. അങ്ങനെ ഞാൻ ആദ്യം നന്ദിയുടെ അടുത്ത് ഞാൻ വരത്തില്ല എന്നാ പറഞ്ഞിട്ടുണ്ടേ. പിന്നെ എനിക്ക് ഇവർ പണ്ടോട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു ഇവരോട് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ എനിക്ക് ലുക്കിലൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവരോട് ഒന്നിനും ചേരാൻ. പിന്നെ ഇപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യാനൊരു അവസരം കിട്ടുമ്പോ ഞാൻ മാക്സിമം അവരോട് അത് ഇപ്പം ഈ അടുത്താണെങ്കിൽ തന്നെയും അമ്മ ചോറുണ്ടാക്കി തരുന്ന വീഡിയോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു അമ്മായിയമ്മ കിട്ടാൻ പുണ്യം ചെയ്യണം, ഭാഗ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വരുന്നുണ്ട്. അപ്പം എങ്ങനെയാ നന്ദുവായിട്ട് റിലേഷനിലായിരിക്കുന്ന ടൈമിൽ ഇവരോടൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു? ഞങ്ങളെല്ലാവരുമായിട്ട് അമ്മയായിട്ടൊക്കെ മിക്കവാറും ഒരു 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ഫോണിലൊക്കെ വിളിച്ച് സംസാരിക്കുമായിരുന്നു. അവിടെ അത്ര ഇത് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ റിലേഷനില്. പക്ഷെ പിന്നെയും അവരുടെ ഒരു ചിന്ത നമ്മുടെ ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ഇതാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നിർത്തിപ്പോവും. അപ്പൊ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവൂല, ഒരാൾക്കാർക്കും അത് ഹേർട്ട് ചെയ്യാന്നൊക്കെ ഒരു അതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാനിങ്ങനെ ഒരു കോഴ്സ് പഠിക്കണം, ഞാനിങ്ങനെ പുറത്തു പോയാൽ ചിലപ്പോ റിലേഷൻ സ്റ്റോപ്പ് ചെയ്താൽ നന്ദു ചിലപ്പോ അത് ആ രീതിയിൽ എടുക്കണമെന്നില്ല. നന്ദു ചിലപ്പോ അത് ഹേർട്ട് ആവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നേ. പിന്നെ അല്ലാതെ ഞങ്ങൾ എപ്പോഴും വിളിക്കും, എപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കാണുന്ന മാത്രമേ ഇല്ലായിരുന്നുള്ളൂ. വീഡിയോ കോൾ ചെയ്ത് കാണുമായിരുന്നു. നേരിട്ട് അങ്ങനെ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഏജ് ഡിഫറൻസ് ഇല്ല? ഞങ്ങൾ സെയിം ഏജ് ആണ്. ഓക്കെ, അതും കൂടെ കൊണ്ടാണല്ലേ എല്ലാവർക്കും ഒരു അതാണ് ബുദ്ധിമുട്ട്. അപ്പൊ എല്ലാരും ഇപ്പൊ നമ്മളിപ്പോ പറയുമ്പോ നമ്മള് ടെൻഷൻ കാരണം കഴിക്കുന്ന ആൾക്കൊരു ഇച്ചിരിയും കൂടെ അല്ല, അതായത് അല്ല ഇതിപ്പം പ്രായത്തിന്റേതായ ആ ഒരു അങ്ങനെയായിരുന്നു എല്ലാവരും ടെൻഷൻ. അപ്പൊ നമ്മൾ ആ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾക്കിത് വേണ്ടെന്ന് തോന്നുമ്പോ ചിലപ്പോ ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ ഹേർട്ട് ആകുമോ എന്നുള്ളൊരു ഇതായിരുന്നു വീട്ടുകാർക്ക് മൊത്തം. അതെ. അപ്പം ഈ പറയുന്ന പോലെ ഇപ്പം ഒരു ഡിഫറൻസ് എന്താ നന്ദുവിന് എന്താ മെയിൻ ആയിട്ട് ഫീൽ ചെയ്തത്? അതായത് കൃഷ്ണ ഈ ഒരു ഫാമിലിയിലേക്ക് ആഡായിട്ട് വീഡിയോ, അതിന് മുമ്പ് എടുക്കുന്ന വീഡിയോയും അതിന് ശേഷമുള്ള വീഡിയോയിലും ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്തത് എന്താ? അങ്ങനൊന്നും ഇല്ല. എനിക്ക് തോന്നി എന്താ സംഭവം എന്നറിയില്ല. ആൾക്കാർക്ക് ഇവിടെ കാണുമ്പോൾ ഇഷ്ടപ്പെടായിട്ടായിരിക്കാം നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് ഞാൻ വിചാരിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ അന്ന് കണ്ട ഇഷ്ടം, അന്ന് കണ്ട സൗന്ദര്യം ഒക്കെ ഇവർക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയുന്നത്? അല്ല, അതായത് വീഡിയോസ് എടുക്കുന്ന ടൈമിൽ അതായത് ഫാമിലിയെ കോർഡിനേറ്റ് ചെയ്ത് ഓൾറെഡി ശീലം ഉണ്ടല്ലോ അവരെ. ഇപ്പൊ എന്താ സംഭവം എന്നറിയോ? ഇപ്പൊ ഷോർട്ട് ഫിലിംസ് എടുക്കാറില്ല സത്യം പറഞ്ഞ. ഐഡിൽ വന്നിട്ട് സ്റ്റക്ക് ആയിട്ട് ഇപ്പൊ ഒരു 1 year പ്ലസ് ആയി. അതിലാണ് ഷോർട്ട് ഫിലിം എടുത്തിരുന്നത്. ഒരു ബേബി സീരീസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ക്ലിക്കായിരുന്നു ആ ടൈമില്. പാറു, അപ്പു അവരൊക്കെ വെച്ച് കുറെ കണ്ടന്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ശരിക്കും പറഞ്ഞ ആ പേജിൽ ഇപ്പോഴും ആൾക്കാർക്ക് അത് ആവശ്യം. ഇപ്പൊ അടക്കം ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ അൺഫോളോയിങ് യു പാറു അപ്പു കോമ്പിനേഷൻ ഡസന്റ് എക്സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് വരാറ്. അപ്പൊ ഞാൻ പറയും വെൽക്കമിങ് ന്യൂ ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കാറ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആ സീരീസിനാണ് വാല്യൂ. അതെനിക്ക് എപ്പോഴും അറിയാം. പക്ഷെ അങ്ങനെ ഒരു സീരീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല.
കാരണം എനിക്ക് നല്ല മെന്റൽ പ്രഷർ ഉണ്ടായിരുന്നു. കാരണം ഈ സ്ക്രിപ്റ്റ് നിങ്ങളറിയാം, ഒരു സിനിമ എടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഷോർട്ട് ഫിലിം എടുക്കുമ്പോൾ ഉണ്ടാവും. ഞാൻ ഷോർട്ട് ഫിലിം ഒന്നല്ല എടുക്കുന്നത്, ഒരു വെബ് സീരീസ് പോലൊരു സംഭവമായിരുന്നു. അപ്പൊ അത് എടുക്കുമ്പോഴൊക്കെ ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഡയലോഗ് പറഞ്ഞു കൊടുത്തിട്ട് അപ്പുറ സൈഡിൽ നിന്ന് ആ ഡയലോഗ് ഞാൻ ആലോചിക്കണം. അപ്പൊ നമ്മളിപ്പോ ഇന്റർവ്യൂ നടത്തുന്ന നിങ്ങളെ ഡയലോഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നമുക്ക് സ്വയം പറയാനുണ്ടാവും. പക്ഷെ ഇത് മക്കളായതുകൊണ്ട് അവർക്കൊന്നും അറിയില്ല. ഈ പ്രണയം എന്ന് പറഞ്ഞ സംഭവം അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ ഞാൻ അതിനകത്ത് റൊമാൻറ്റിക് ഡയലോഗ് പറഞ്ഞു കൊടുക്കണം. അതിനകത്ത് ഇങ്ങനെ തലയാട്ട് ബേബി, അപ്പൊ ഇങ്ങനെ പറയും ബേബി എന്ന് പറഞ്ഞാൽ തലയാട്ടുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതിനകത്ത്. അപ്പൊ അതൊക്കെ ഓരോ ടൈമിൽ എനിക്ക് തോന്നണോ ഈ പാലത്തിനപ്പുറത്തേക്ക് കടക്കുമ്പോൾ എന്നെ കഥ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് തോന്നണം. പിന്നെ അത് ഡ്രോൺ ഷോട്ട് കൊടുക്കണമെന്ന് തോന്നണം. അപ്പൊ നമുക്ക് അത് തോന്നിയില്ലെങ്കിൽ അത് കഴിഞ്ഞ് ഇത് എടുത്താൽ മാത്രം പോലെ ഇത് എഡിറ്റ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ നന്ദു ഒറ്റയ്ക്ക് ഇപ്പോഴും നന്ദു തന്നെയാണ് ചെയ്യുന്നത്, എഡിറ്റിംഗ് എല്ലാം നന്ദു തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നന്ദു ഇതെല്ലാം കൂടെ അങ്ങോട്ട് പിന്നെ ഹാൻഡിൽ ചെയ്യാൻ ഉള്ള ഒരു ഇത് കിട്ടുന്നില്ല. കാരണം ഇതിനിടയ്ക്ക് ഓരോ അല്ലാതെ വെഡിങ് വർക്കും ഓരോ സേവ് ദ ഡേറ്റ് ഷൂട്ടും പ്രൊമോഷനും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഇതെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യാനും കൂടെ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ. നന്ദുവിന്റെ കൂടെ നിൽക്കാൻ ഒരാളെ, അതിനു വേണ്ടി നന്ദുവിന്റെ കൂടെ നിന്ന് നന്ദുവിന് അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരാളെ നന്ദുവിന് ഇപ്പോൾ. അപ്പവും പാറുവും നന്ദുവിന്റെ ആരാണ്? കസിൻസ് ആണ്. അതെ, ഒന്ന് അമ്മേന്റെ ഫാമിലിയാണ്, ഒന്ന് അച്ഛന്റെ ഫാമിലിയാണ്. അങ്ങനെയുള്ള കസിൻസ് ആണ്. അവരെ ഫസ്റ്റ് ഈ ഒരു ഇങ്ങനെ അതായത് അഭിനയിപ്പിക്കാം എന്ന് തോന്നുന്നതിന്റെ കാര്യം എന്തായിരുന്നു? സംഭവം പാറുവിനൊക്കെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാറുവിന് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളത് പറഞ്ഞത്. അപ്പൊ പാറുവിന് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായത് പാറുവിനെ കൂടെ കൂട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അപ്പു പണ്ടോട്ടേ ഉണ്ടായിരുന്നു വീഡിയോയില്, അത് റീച്ച് ആവുന്നതിന് മുമ്പായിരുന്നു എന്നുള്ള സത്യം. അപ്പൊ അപ്പു പെട്ടെന്ന് കയറി വന്ന ആരാലും ചോദിച്ച് കമന്റ് ബോക്സിൽ കുറെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവരെ സീരീസ് ഭയങ്കരമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് അപ്പുവിന് പിന്നീട് കൊണ്ടുവന്നതാ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരെ. എനിക്ക് തോന്നുന്നു ഞാനും അമ്മച്ചനും എല്ലാരും കൂടെ വെച്ച് റണ്ണായ ഒരു പേജ് പോലെ 3 ലക്ഷം വരെ പോയി. അതിനുശേഷം പാറുവിനെ കൊണ്ടുവന്നതിന് ശേഷം പാറുവിന് അച്ഛമ്മ കുറെ തല്ലാൻ തുടങ്ങി. അപ്പൊ ഒരു ഒറ്റപ്പെട്ട മോളും ഒരു അച്ഛമ്മയും എന്നുള്ള ഒരു ലെവലിൽ കുറെ കണ്ടന്റ്സ് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ആ സീരീസ് നല്ല ക്ലിക്കായി. അവർ അച്ഛമ്മേന്റെ സ്റ്റോറി എന്താ, പാറുവിന്റെ സ്റ്റോറി എന്താ, പാറുവിന്റെ അപ്ഡേറ്റ്സ് എന്താ, ഇപ്പോ പാറു എങ്ങനെയുണ്ട്, അങ്ങനെ ഒരു ചോദ്യത്തിൽ പാറിന് ഭയങ്കര ഇന്റിമസി കിട്ടി. അങ്ങനെയാണ് പാറിന് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അതിനകത്ത് ക്യാരക്ടർ. പിന്നെ അതിനുശേഷം ആ പാറുവിനെ തന്നെയാണ് ഈ അപ്പു ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ ആദ്യം കണ്ടന്റ്സ് കണ്ടു തുടങ്ങിയത്. പിന്നീടാണ് അത് വേറെ സീരീസിലേക്ക് ആക്കി ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ആവുന്ന രീതിയിൽ ഒരു സീരീസ് ആക്കി പ്ലാൻ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയി. അതുപോലെ അനിയത്തി ശരണ്യ അല്ലേ? ശരണ്യ എന്ത് ചെയ്യാം? ശരണ്യ ഇപ്പോ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്ത് ഇപ്പൊ അങ്ങനെ കിട്ടിയില്ല, ക്രാക്ക് ആയില്ല. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് പോകാനാണോ പ്ലാൻ ആണോ? റിപ്പീറ്റ് ചെയ്ത് ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പൊ അതിന്റെ എന്തായാലും റാങ്ക് ലിസ്റ്റ് ഒന്നും വന്നില്ലല്ലോ, ജസ്റ്റ് ആ മാർക്കല്ലേ പബ്ലിഷ്. പിന്നെ അത് എങ്ങനെയാന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാന്നുള്ളത് നോക്കാം. അതുപോലെയാണ് ശരണ്യന്റെ അഭിനയാണെങ്കിലും എല്ലാത്തിനും ചേട്ടനൊപ്പം തന്നെ നിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണോ? ആദ്യമൊക്കെ മറ്റേ സംഭവം ഈ അഭിനയിക്കാനുള്ള കൺസെപ്റ്റ് ഒന്നും ഇല്ല. നമ്മളാ വീഡിയോ നമ്മളവിടെ ലൈവായിട്ട് എടുക്കാണ്. അവള് പണ്ടോട്ടെ നന്ദിന്റെ കൂടെ അന്ന് സിനിമ ഓഡീഷൻ ഒക്കെ പോയപ്പോ അവർക്ക് കിട്ടിണ്ടായിരുന്നു, എനിക്ക് കിട്ടിയില്ല. അന്നൊക്കെ ഞാൻ പോയിണ്ടായിരുന്നു. വീഡിയോ ചെയ്യാൻ വിളിച്ചാലൊക്കെ എല്ലാരും റെഡിയാണ്. ഈ എടുക്കുന്ന ഈ പണി, എഡിറ്റ് ചെയ്യുന്ന പണി ആലോചിക്കുമ്പോൾ ഇപ്പോഴും എടുക്കാനൊക്കെ സഹായിക്കുന്ന അവളാണ്. ഇപ്പൊ എന്തെങ്കിലും പ്രൊമോഷൻ ഷൂട്ടൊക്കെ വരുമ്പോൾ നന്ദുവിന് എടുത്തു കൊടുക്കാൻ ഒരാൾ എന്തായാലും കൂടെ വേണം. ഇവളും കൂടും. അച്ഛൻ കൂടിയായിരുന്നു കേട്ടോ. ഞാൻ ഉള്ളപ്പോഴേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അച്ഛനായിരുന്നു ഒരു 1-2 മാസം എന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അച്ഛൻ വീഡിയോ എടുത്തിരുന്നു. അച്ഛൻ്റെ കൂടെ പ്രൊമോഷൻ വന്ന് ബൈക്ക് കണ്ടത് അച്ഛനാ ഷൂട്ട് ചെയ്തല്ലേ. ഇപ്പൊ അവള് ഫ്രീ ആയതുകൊണ്ട് അവളാണ് ഇപ്പൊ നന്ദുവിന്റെ കൂടെ എല്ലാത്തിനും. കൃഷ്ണ എല്ലാരോടും സെറ്റ് ആയോ? അച്ഛൻ, അമ്മ, അനിയത്തി ഞങ്ങള് പണ്ടോട്ടേ അറിയാവുന്നോണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് കല്യാണം കഴിച്ചത് പ്രത്യേകിച്ച് ഇതൊന്നും തോന്നില്ല. ഫീൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എല്ലാരും അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തോണ്ട്. ഞാൻ അവിടെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്, അടുത്ത. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു കല്യാണത്തിന് മുമ്പ് ഒരു 3 മാസം മുമ്പേ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. 6 മാസം അവിടെ വർക്ക് ചെയ്ത, ടോട്ടൽ 6 മാസം. അപ്പൊ ഞങ്ങള് ഇടയ്ക്ക് ഞാൻ അവിടെ പോകുമായിരുന്നു. ഇടയ്ക്ക് അവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ പോവുക ചെയ്യാറില്ല. അങ്ങനെ ഹോസ്റ്റലിലെ ഫുഡ് മോശമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പുതിയ വീട്ടിലേക്ക് ചെന്ന ഫീൽ ഒന്നും ഇല്ല. അതുപോലെയാണ് അച്ഛനാണെങ്കിലും അച്ഛന്റെ ഡാൻസ് ആണ് ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ എന്താ പറയാ, അച്ഛന്റെ കഴിവാണോ നന്ദുവിന് കിട്ടിയത്? അല്ല, ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഷൂട്ട് ചെയ്യാനാണെങ്കിലും അച്ഛൻ ഭയങ്കര ജില്ലെന്നാണല്ലോ നിൽക്കാറ്. അച്ഛൻ പോലീസിലായിരുന്നു. പോലീസിൽ നിന്ന് മാറി പിന്നെ ഗവൺമെന്റ് എംപ്ലോയി ആയി. പിന്നെ ഫോർമാൻ ആയിട്ട് റിട്ടയർ ആയ ഒരാളാണ്. ഇപ്പൊ 1 year ആയി റിട്ടയർഡ് ആയിട്ട്. പണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അച്ഛൻ. അച്ഛൻ സ്ട്രിക്റ്റ് ഒന്നുമല്ല. അല്ല, അച്ഛൻ നല്ല കൂളായിരുന്നു. അച്ഛൻ ഇപ്പോഴും ഭയങ്കര കൂളാ. നന്ദു എന്തിനു വിളിച്ചാലും അച്ഛൻ അപ്പൊ എണീറ്റ് വരും. നന്ദു എന്ത് പറയാം, ഡയലോഗ് പറയാൻ പറഞ്ഞാൽ അച്ഛൻ പറയും. അങ്ങനെ അച്ഛന് ഡയലോഗ് ഒന്നും കിട്ടൂല. അച്ഛൻ അതിനകത്ത് പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള സെക്ഷൻ മാത്രമേ എടുത്തിടുള്ളൂ.
അതാണ് സത്യം അച്ഛൻ പറഞ്ഞത്. പക്ഷെ ഭയങ്കര കൂളാണ്. കാരണം ഇപ്പൊ നന്ദു പറഞ്ഞെടുത്ത കാര്യം അച്ഛൻ അതാത് രീതിയിലല്ല പറയുന്നെങ്കിൽ നന്ദു പിന്നെ കുറെ ടേക്ക് പോകും. അപ്പോഴും അച്ഛനത് കൂളായിട്ട് ഓക്കെ നന്ദു പറയുന്ന പോലെ ചേഞ്ച് ചെയ്ത് അച്ഛനത് പറയും. അങ്ങനെ അച്ഛൻ ഒരു റീൽ ഉണ്ടായിരുന്നല്ലോ, അമ്മ പിണങ്ങി നിന്നപ്പോ ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പോ അച്ഛൻ ഭയങ്കര അച്ഛൻ അമ്മേനെ കളിയാക്കിയതാണ്. അച്ഛൻ അങ്ങനെ തന്നെയാണ്. അച്ഛൻ ഭയങ്കര കൂളാണ്. അച്ഛൻ ദേഷ്യപ്പെട്ട് ഞാൻ അവിടെ പോയിട്ട് തന്നെ അച്ഛൻ ദേഷ്യപ്പെടാതിക്കൊന്നുമില്ല. അതൊക്കെ സാഹചര്യത്തെ അനുസരിച്ചാണല്ലോ. എല്ലാ ഇമോഷൻസ് ഉള്ള പക്ഷെ മനുഷ്യൻ പൊതുവെ കൂളായിട്ടുള്ള അച്ഛനാണ്. നന്ദുവിന് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അച്ഛൻ. അമ്മ എങ്ങനെയായിരുന്നു ഈ ഒരു വീഡിയോയിലൊക്കെ വരുന്നതിന്റെ സത്യം പറഞ്ഞാൽ എല്ലാരും സ്റ്റാർട്ടിങ് ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ആരായാലും സ്റ്റാർട്ടിങ് സപ്പോർട്ട് ചെയ്യില്ല. എന്തെന്ന് അറിയാതെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ഇവരെന്ത് ചെയ്യാൻ പോവുകയാണെന്ന് പറയാൻ ആരും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോ കുറച്ച് ചെയ്തു വരുമ്പോ ഒരു പൈസയും ഇതൊക്കെ ആയി വരുന്നെന്ന് കാണുമ്പോൾ എല്ലാത്തിലേക്ക് എത്തും. ഇവര് പ്രതീക്ഷ ഉണ്ട് എന്ന് പറയുമ്പോൾ ആരായാലും സപ്പോർട്ട് ചെയ്യുക. ആ ഒരു സപ്പോർട്ട് എനിക്ക് എന്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ഒരു സപ്പോർട്ട് ഇല്ലായ്മ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ സപ്പോർട്ട് ചെയ്തില്ല എന്നൊന്നും ആരും പറയാൻ പറ്റില്ല. എല്ലാ ആൾക്കാരും സപ്പോർട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ. അതിപ്പോ അമ്മച്ചനായാലും അമ്മമ്മയായാലും അച്ഛമ്മയായാലും സ്റ്റാർട്ടിങ് ഒട്ടേ സപ്പോർട്ട് ചെയ്തു. ആരും ഇങ്ങോട്ടൊന്ന് ചോദിക്കും എന്താ വീഡിയോ എടുക്കാത്തെ. അമ്മച്ചൻ ബസ് കയറി മോനെ മക്കള് കണ്ട് സംസാരിച്ചിണ്ടേനി. ഇടയ്ക്ക് വിളിക്കുമ്പോ ചോദിക്കും അമ്മച്ചൻ വീഡിയോ എടുക്കണ്ടേ നമുക്ക്. അപ്പൊ അമ്മയാണെങ്കിലും നന്ദി വെറുതെ വിട്ടിങ്ങനെ ചോദിക്കും നമുക്ക് വീഡിയോ എടുത്താലോ, ഇങ്ങോട്ടൊന്ന് ചോദിക്കും. ഇപ്പൊ എല്ലാരും ഇങ്ങോട്ടൊന്നും ചോദിക്കില്ല. നന്ദി സ്റ്റക്കായ അവർ ഇങ്ങോട്ടൊന്ന് ചോദിക്കും. നന്ദുട്ടം ബ്ലോഗ് റണ്ണാവുണ്ടാവും. അപ്പൊ ഇവരൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് റണ്ണാവുക. അപ്പൊ അവര് ചിലപ്പോ ലോൺലി ഫീൽ. ഈ നന്ദുട്ടം ബ്ലോഗ് പറഞ്ഞ പേജ് ജനറേറ്റ് ചെയ്യാനുള്ള കാരണം തന്നെ ഐഡിയൽ നന്ദുട്ടൊക്കെ ഒറ്റയ്ക്ക് റൺ ചെയ്യാൻ പറ്റുന്നില്ല. 10 ആൾക്കാർ വേണം, അഭിനയിക്കാൻ ആൾക്കാർ വേണം, എല്ലാത്തിനും ആൾക്കാർ വേണ്ടിയിരുന്ന നന്ദുട്ടം ബ്ലോഗ് തുടങ്ങി. അതിനുശേഷം അത് ഇത്ര ക്ലിക്കാവുന്ന ഞാൻ വിചാരിക്കുന്നില്ല. അതാണ് ഇപ്പൊ കയറി എനിക്ക് തോന്നുന്നു ഐഡിയൽ നന്ദുട്ടിനെക്കാളും വ്യൂസ് ഇപ്പൊ നന്ദുട്ടം ബ്ലോഗിലാണ്. ബ്ലോഗിന്റെ പേജ് ഇയാൾ വന്നതിന് ശേഷം നല്ല ക്ലിക്കാ, നല്ല വ്യൂസും ആണ്. കാരണം ഇയാൾ എന്താണ് ആക്കുന്നത്, ഇവളെന്താ ചെയ്യുന്നത്, പിന്നെ ഞാൻ എങ്ങനെയാണ് ഒരു ഫാമിലി വരുന്നത്, എന്തൊക്കെയാണെന്ന് അവർക്ക് അറിയണം. അപ്പൊ ബ്ലോഗിന്റെ പേജ് ഭയങ്കര ക്ലിക്കായി. അതിൻ്റെ അകത്താണ് ഞാൻ ഇപ്പോൾ ഐഡിയൽ നന്ദുട്ടിൽ എടുത്തതിനെക്കാട് തോന്നുന്ന പ്രൊമോഷൻസ് എടുത്തതാണെങ്കിലും നന്ദുട്ടം ബ്ലോഗിൽ. കാരണം അത് ഭയങ്കര ലൈവ് ആ പേജ്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് റൺ ചെയ്താൽ മതി, ആരും ആവശ്യമില്ല. ഇന്നിപ്പോ ഞാൻ ഇവിടുന്ന് പുറത്ത് വരെ ഇറങ്ങുന്നവരേക്ക് ബ്ലോഗ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു പാറ്റേൺ. ഒന്നും വേണമെന്നില്ല. അതുപോലെ വരുന്ന കമന്റ് ആണ്, അതായത് നന്ദു ഭയങ്കര കുട്ടിത്താണ്, ഭയങ്കര കുട്ടിക്കളിയാണ്, കല്യാണം കഴിഞ്ഞിട്ടും കുട്ടിക്കളിയൊന്നും മാറുന്നില്ലേ, അല്ലെങ്കിൽ എങ്ങനെയാണ്, ഫുൾ ടൈം ഇങ്ങനെയാണോ? നന്ദു പൊതുവെ വീഡിയോസിൽ കാണുന്ന പോലെ അങ്ങനെ ഒരു നന്ദു കൂടുതൽ ഈ കൂളാണ്. നന്ദു അങ്ങനെ ഒന്നിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല. അത് സീരിയസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നന്ദു എപ്പോഴും കൂൾ തന്നെയാണ്. കാരണം കൂടുതലും നന്ദു പിള്ളേരോട് ഇങ്ങനെ വീഡിയോ ചെയ്ത് ഇടപഴകി അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. നന്ദു കൂളാണ്, പണ്ടോട്ട് നന്ദു കൂളാണ്. എനിക്ക് അങ്ങനെ ഒരു കൂൾനെസ് അങ്ങനെ ഇല്ല. എനിക്ക് ചില കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഞാൻ ഭയങ്കര ബോധട്ടെ കഴിയും. ഇപ്പൊ നന്ദു ഇപ്പൊ എവിടെ പോയാലും ഫോൺ എടുത്ത് അങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പൊ ഞാൻ എങ്ങനെ അയ്യോ നന്ദു എന്തിനാ ഫോൺ മാറ്റി വെക്ക്, അവരത് കണ്ട എന്തും പറയും. ഞാൻ അങ്ങനെയാണ് പൊതുവെ. എനിക്ക് അങ്ങനെ ഒരു കൂൾ മൈൻഡ് ഭയങ്കര ബോധേടാണ്. ചെറിയ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഭയങ്കര ടെൻഷൻ അടിക്കും. നന്ദു പക്ഷെ പുറത്തിറങ്ങിയാലും നന്ദു ഇതേപോലെ തന്നെയാണ്. എല്ലാവരും ഒരുപോലെ തന്നെ. വീടാണെങ്കിലും പുറത്താണെങ്കിലും ആൾക്കാരാണെങ്കിലും എല്ലാം സംഭവം എല്ലാ ആൾക്കാർക്കും ഇനി അറിയാം, എനിക്ക് ഓരോ അറിയാന്നുള്ളതില്ല. ഞാൻ ഇടപെടും. പിന്നെ ഈ കുട്ടിത്തം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മളെ കയ്യിലാണ്. ഈ മെച്ചോടെ ഒരു കാര്യമില്ല, വെറുതെ ആണ്. നന്ദു നന്നായി സംസാരിച്ച് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ നന്ദുവിനൊരു കഴിവുണ്ട്. പൊതുവെ എവിടെ പോയാലും ആൾക്കാർക്ക് പെട്ടെന്ന് നന്ദുവിന്റെ സംസാരം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കൃഷ്ണന്റെ ഫാമിലിയെ കയ്യിലെടുത്തോ? അവർക്ക് നന്ദുവിനെ ഇപ്പൊ അതിനുശേഷം നന്ദുവിനെ ഭയങ്കര നന്ദുവിനോട് സംസാരിച്ചാണ് അവർക്ക് നന്ദുവിനെ ഇഷ്ടപ്പെട്ടത്. ഞാൻ സാധാരണക്കാരനെ പോലെ സംസാരിക്കുക, അതങ്ങനെയാണ് എന്റെ സംസാരം. അത് എല്ലാ ആൾക്കാരും അങ്ങനെ പറയും. അത് അങ്ങനെ ഞാൻ എന്നെ പൊക്കി പറയല്ലേ. അപ്പൊ അവർക്ക് അതൊരു ഓക്കെയാണ്. സാധാരണഗതി സംസാരിക്കുന്നവര് നല്ലല്ലേ. എല്ലാ ആൾക്കാരും ഒരു ഡിസ്റ്റൻസ് ഇട്ട് സംസാരിക്കും. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല സത്യം പറഞ്ഞു. ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവരും കൂടും. അങ്ങനത്തെ ആദ്യമൊക്കെ ഒരു പറഞ്ഞ ഒരു വരത്തില്ല, മാറി നിൽക്കുന്ന ടൈപ്പായിരുന്നു. ഇപ്പൊ നന്ദു വീഡിയോ എടുക്കുമ്പോ കൂടെ കൂടുകയൊക്കെ ചെയ്യും. അങ്ങനൊന്നുമില്ല. അപ്പൊ എന്നോട് പറയും നന്ദു അങ്ങനെ ആണ്. അതുപോലെ ഡാൻസ് വീഡിയോ ഡാൻസ് വീഡിയോ ഇവിടെ വെച്ചല്ലേ ഷൂട്ടാക്കി. അപ്പൊ ആ ഒരു ഡാൻസ് വീഡിയോ ആരാ, ക്യാമറ ഒക്കെ ആരാ അനിയത്തിയായിരുന്നല്ലേ? ഓക്കെ ഓക്കെ. അത് ആ ഒരു വീഡിയോയില് നോക്കുമ്പം നന്ദുവിനെ കൃഷ്ണ താഴെ ഇട്ടോ? അത് എനിക്ക് കാരണം ഞങ്ങക്ക് വെയിറ്റ് ഇടുന്നത് എന്നെക്കാൾ ഒരു 3-4 കിലോ അങ്ങനെ ഉണ്ടുള്ളൂ. അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റും എന്നാണ് വിചാരിച്ചത്, എന്നെ എടുത്ത പോലെ. പക്ഷെ എനിക്ക് അങ്ങനെ എടുക്കാൻ കിട്ടിയില്ല. എനിക്ക് കാല് മാത്രമേ കിട്ടിയുള്ളൂ, മേലോട്ടോ വേറെ കൈയൊന്നും കിട്ടിയില്ല. ഞാൻ കാലം കൊണ്ട് മുമ്പോട്ട് പോയതാ പറ്റിയത്. അത്
കൈയും ഇങ്ങനെ കുത്തി താഴെ ഇങ്ങനെ ഞാൻ പറഞ്ഞ എടുക്കണ്ട എടുക്കണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാ, പക്ഷെ അത് നടന്നില്ല. അതെ, കൂടുതലും ഡാൻസ് വീഡിയോസ് അല്ലേ ചെയ്യുന്നത്, അപ്പം ഓക്കെ ആയോ അതിനകത്തിലങ്ങ്? അല്ല, ഡാൻസ് എനിക്ക് പണ്ടോട്ടെ പൊതുവെ ഇഷ്ടം. ഞാൻ പണ്ടോട്ടെ ഡാൻസ് ഇപ്പൊ സ്കൂളിലാണെങ്കിലും കോളേജിലൊക്കെ ആണെങ്കിലും ഡാൻസ് കളിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഏകദേശം ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് അപ്പോഴാണ് ഞാൻ തടി വെക്കാൻ, അതുവരെ ഞാൻ നല്ല മെലിഞ്ഞിട്ടായിരുന്നേ. പക്ഷെ അപ്പോഴാണ് ഞാൻ ഭയങ്കര ബോധഡായേ, തടി വെക്കാൻ തുടങ്ങി. ഇനി ഞാൻ ഡാൻസ് കളിച്ചാൽ ആൾക്കാർ കളിയാക്കൂലേ അങ്ങനെ ഞാൻ കുറച്ച് വലിയാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒരു 5ാം ക്ലാസ്സിന് ശേഷം അങ്ങനെ സ്കൂളിലൊന്നും അങ്ങനെ സ്റ്റേജിൽ കയറുന്നുണ്ടായിരുന്നു. കാരണം അന്ന് എന്നെ കുറെ പേര് ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ സ്റ്റേജിലൊന്നും കയറുന്നുണ്ടായില്ല. പിന്നെ ഞാൻ കോളേജിൽ പോയപ്പോൾ എനിക്കിങ്ങനെ പിള്ളേരൊന്നും ഞാൻ നോക്കുമ്പോൾ എന്നെ പറ്റി അവരങ്ങനെ ഒന്നും ബോധഡാവുന്നില്ല, എന്റെ തടീനെ പറ്റി അവർ സംസാരിക്കുന്നില്ല എന്നൊക്കെ തോന്നിയപ്പോൾ പതുക്കെ അവിടെ സ്റ്റേജിലൊക്കെ കയറി തുടങ്ങി അവരുടെ കൂടെ. പിന്നെ എനിക്കതൊരു മാറ്റർ അല്ലാതായി. എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്കിത് ഫോണിൽ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും അങ്ങനത്തെ ഒരു കഴിവ് അങ്ങനെ ഒന്നും അറിയൂല, അതിനെപ്പറ്റി ഒന്നും അറിയൂല. പിന്നെയാണ് എനിക്ക് നന്ദനോടെ കൂടിയപ്പോ അങ്ങനെ ഡാൻസ് കളിക്കാൻ ഒരു അവസരം കിട്ടിയത്. അപ്പൊ എനിക്ക് ഡാൻസ് കളിക്കാൻ കൂടിയാൽ മതി, ബാക്കി എഡിറ്റിംഗ് ഒക്കെ നന്ദു ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ടീമായി വർക്ക് ചെയ്ത ഇവർക്കൊക്കെ +1 ഇവള് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, നല്ല നന്നായി പഠിക്കൂ, നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എന്റെ +1 ടൈം പറഞ്ഞാൽ ഞാൻ +1 ക്ലാസ് കയറുക, ബെഞ്ചുമ തല വെച്ച് കിടക്കുക, ഉറങ്ങുക. ഈ +2 ടൈമിൽ അങ്ങനെയാണ്. ഈ ഡിപ്ലോമ ടൈമിലൊക്കെ ആയപ്പോ സാറുമാർ ഭയങ്കര മെച്ചോർഡായി. ഞാൻ കിടന്നിറങ്ങുമ്പോൾ സാറുമാർ അറ്റൻഡൻസ് ഇട്ടോളൂ, ഷർട്ട് നോക്കൂ, അറ്റൻഡൻസ് ഇടും. ഞാൻ ഉറങ്ങിയിരിക്കും, ഞാൻ ക്ലാസ് പോകുന്ന തന്നെ ഉറങ്ങിയിരുന്നു ആ ടൈമിലൊക്കെ. അതായത് ഞങ്ങളുടെ ഒരു ഇഷ്യൂ, കാരണം ഞാൻ നന്നായി പഠിക്കും. പക്ഷെ എന്റെ ബാച്ചില് ഫുൾ പാസ് ആയിട്ടുള്ള 3 ആൾക്കാർ ഒരാൾ ഞാനായിരുന്നു. എനിക്ക് നല്ല മാർക്കും ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ഒരു ഇഷ്യൂ, ഞാൻ നന്നായി പഠിക്കും. അപ്പൊ ഞാൻ എന്തിനാ ഇങ്ങനെ എനിക്ക് ജോലിയൊക്കെ ആയിട്ട് നല്ലത് വേറെ നോക്കിക്കൂടെ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. ഞാൻ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അല്ല, നമുക്ക് പരീക്ഷയുടെ സമയത്ത് പഠിച്ച് ഞാൻ ഒരാഴ്ച മുമ്പ് പഠിച്ചിരുന്ന് അങ്ങനെ. ഞാൻ അങ്ങനെ ആയിരുന്നില്ല, ഞാൻ അപ്പൊ ചെയ്ത അങ്ങനെ തന്നെ ആയിരുന്നു. അവർക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു അവിടെ. ഞാൻ കോളേജ് വരെ ഞാനായിരുന്നു ഡിസ്റ്റിങ്ഷൻ ഹോൾഡർ. അപ്പൊ അങ്ങനെ ഞങ്ങൾ പൊക്കോട്ട് വന്നപ്പോഴത്തേക്ക് അത് അവിടെ 3 കോളേജ് ഉണ്ടായിരുന്നു, ആ 3 കോളേജിലും ബെസ്റ്റ് കോളായിരുന്നു അന്നാ ടൈമില്. അപ്പൊ അതൊക്കെയാണ് വീട്ടിലൊരു പ്രശ്നം, എന്തിനാണ് ഇപ്പൊ വേറെ ടൈമിൽ ഇവിടെ നന്നായി പഠിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഫീൽഡ് ആയതുകൊണ്ട് പുറത്തു പോയി വന്നിട്ട് വേറെ നല്ലത് നോക്കിക്കൂടെ, അങ്ങനെയൊക്കെ ആയിരുന്നു പൊതുവേ ഉള്ളൊരു സംസാരം. പക്ഷെ ഞാൻ അങ്ങനെ പഠിച്ചെങ്കിൽ പോലും നന്നായി ലൈഫിൽ എന്തെങ്കിലും ഒന്ന് ആയി എന്ന് പറയുന്നത് നന്ദു തന്നെയാണ്. ഇനിയിപ്പോ രണ്ടുപേരുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഫ്യൂച്ചർ പ്ലാൻ ഒന്നും ഇല്ല സത്യം പറഞ്ഞ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രിയിലേക്കൊക്കെ എത്തിയാലോ എന്നുണ്ടായിരുന്നു. അത് കാര്യമില്ലാന്ന് എനിക്ക് അറിയാം. അപ്പോ ഇപ്പൊ നമുക്ക് അഭിനയിക്കാനാണെങ്കിലും അങ്ങോട്ട് ചാടി കയറി ചെന്നെത്താൻ വേണ്ടി വലിയച്ഛന്മാരെ സ്ഥലം നല്ലല്ലോ. അപ്പൊ ഇതിനു മുമ്പ് കുറെ സിനിമേന്റെ ബാക്ക് എൻഡിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, സിനിമ പറയുന്നില്ല. അന്നപ്പോ അവിടെ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ ചോദിച്ചു പറയുമ്പോ ഒക്കെ അവര് ഏതിനാന്നൊക്കെ ചോദിക്കായിരുന്നു. അപ്പോ എന്തിനു വിനീത് ശ്രീനിവാസന്റെ മോനല്ലല്ലോ, ഇതൊക്കെ കൂടെ അറിയാന്നൊക്കെ പറയുന്നു. അപ്പൊ അത് ഇൻസൾട്ടേഷൻ ആയിട്ട് തോന്നിയിട്ടല്ല, മീൻസ് മുമ്പൊരു എനിക്ക് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എത്താനാണ് ആഗ്രഹം. പക്ഷെ അവിടേക്ക് എത്തിയില്ലെങ്കിലും ഈ ഷോർട്ട് ഫിലിം എങ്കിലും എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഒരു ഷോർട്ട് ഫിലിം എടുത്ത് അങ്ങനെ മുന്നോട്ടേ പോകണം എന്നായിരുന്നു. കാരണം എൻ്റെ അടുത്ത് ഗാഡ്ജറ്റ്സ് ഉണ്ട്, എനിക്ക് എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ മ്യൂസിക് പ്രൊഡക്ഷനും അതിന്റെ കമ്പോസിംഗും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതും കൂടെ ബെറ്റർ ആവും. പക്ഷെ അതൊരു ടീമിനെ ഏൽപ്പിച്ച് അത് ചെയ്യിപ്പിക്കണം എന്നുണ്ട്. കാരണം എല്ലാം കൂടെ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവില്ലല്ലോ. ബോഡി ഷേമിങ് നടത്തിയിട്ടൊക്കെ കുറെ കമന്റ് ഒക്കെ വന്നില്ലേ? അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട്, ശരത്ത് നേരത്തെ കല്യാണം കഴിച്ചതിന്റെ അസൂയക്കാണ് ഈ തരത്തില് മനഃപൂർവ്വം കമന്റ് ചെയ്ത് കൃഷ്ണന്റെ കോൺഫിഡൻസ് നശിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് ശരത്തിന്റെ ആരാധികമാരാണ് ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതിനെ പറ്റി എന്താ തോന്നുന്നത്? അല്ല, അത് ശരിയായിരിക്കും. കാരണം നന്ദിന് കുറെ ആരാധികമാരുണ്ട്, വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ കുറെ മെസ്സേജ് വരുന്നുണ്ട്. ചിലവര് വിളിക്കാറുണ്ട്, വിളിച്ച് ഇങ്ങനെ കമ്മിറ്റഡ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞങ്ങള് മുക്കത്ത് നന്ദന്റെ പ്ലേസ് മുക്കാണല്ലോ, അവിടെയൊക്കെ പോകുമ്പോഴും കുറെ പെമ്പിളാരൊക്കെ ഇങ്ങനെ വന്ന്, ഇപ്പൊ ഞങ്ങൾ കല്യാണത്തിന് മുമ്പാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോഴൊക്കെ കുറെ പേര് വന്ന് സംസാരിക്കലൊക്കെ. അല്ല, അപ്പൊ ഞാൻ പറയും നന്ദനോട് തത്തു കമ്മിറ്റഡ് ആണെന്ന് പറയണം. പക്ഷെ നന്ദി കല്യാണത്തിന് അന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നന്ദ പറയുന്നത് ഫാൻസ് പോവൂലേ കമ്മിറ്റഡ് എന്നാണ് പറയുന്നത്. അല്ല, അതുകൊണ്ടാണോ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഞെട്ടലായിരുന്നു നിങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത്? കൂടുതലും റിവീൽ ചെയ്തോണ്ടായിരിക്കാം. പെട്ടെന്ന് അധികം ആരെ അറിയിച്ചില്ല.
അത് ചെറിയ പരിപാടി, കല്യാണം ഒരു ചെറിയ പരിപാടിയായിരുന്നു. അത് സംഭവം ചെറിയ പരിപാടി ആയിരുന്നു. അപ്പൊ ചെറിയ പരിപാടിയൊക്കെ നടത്തുമ്പോ ആൾക്കാർ ഇൻസ്റ്റയിലും ഇപ്പം ഒന്നിലും നന്ദു ഇങ്ങനെ റിലേഷൻ ഉണ്ടോന്നോ ഒന്നും ഒരു ഇതിലും പറഞ്ഞിട്ടില്ല, അതിനെപ്പറ്റി ഒരു സൂചന കൊടുത്തിട്ടില്ല. പെട്ടെന്നാണ് നമ്മൾ കല്യാണത്തിന്റെ ഇത് വരുന്നത്. അത് കണ്ടപ്പോഴാണ് എല്ലാം കൂടി എടുത്ത് ഷെയർ ചെയ്യണ്ടല്ലോ വെച്ചിട്ടാ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പറയാ കണക്കല്ലേ, അതുകൊണ്ടായിരിക്കാം ആൾക്കാർ ഒരു ക്യാപ്ഷനിലുള്ള 6 years ഓഫ് ലവിലാണ് എല്ലാരും. 6 വർഷം അറിയാത്തൊരു കപ്പിളാണ് അറിയുന്നത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതെ, ആരാധികമാർക്കൊക്കെ വിഷമമായിട്ടുണ്ടാവോ? അതറിയത്തില്ല. അങ്ങനെ ഒരു ആരാധികമാരൊന്നുമില്ല. നിങ്ങളത് പറഞ്ഞ ടോപ്പാക്കിയിട്ട് എനിക്കറിയാം. അല്ല, സീരിയസ് ആയിട്ട് വന്ന കമന്റിനെ പറ്റിട്ടാ ഞാൻ പറയുന്നേ. ഇല്ല, സീരിയസ് ആയിട്ട് അങ്ങനെ കമന്റ് വന്നില്ല. ഉണ്ട്, അതല്ലേ എന്ത് കമന്റ്? നേരത്തെ കല്യാണം കഴിച്ചു പോയതിന്റെ സങ്കടത്തിലാണെന്നൊക്കെ. ആര്? ആരാധികമാർക്ക് സങ്കടമായിന്നേ. അതൊക്കെ തോന്നുന്നു. സത്യം പറഞ്ഞാൽ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃഷ്ണയ്ക്ക് പകരം ഞാൻ അവിടെ വരേണ്ടി എന്നുള്ള സാധനമൊക്കെ ആൾക്കാരുണ്ടെന്ന്. പിന്നെ അതുകൊണ്ടല്ലേ ഇത്തരത്തിൽ നെഗറ്റീവ് കമന്റ് ഇടുന്നവര്. അങ്ങനെ ഇടുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്റെ അനിയത്തി ഇതേ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു. ചിലപ്പോ അതുകൊണ്ടായിരിക്കും നെഗറ്റീവ് കമന്റ്. അത് കൂടുതലും ആൾക്കാർ അത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നോക്കിയിട്ടും ഞാൻ പേഴ്സണലി പറയണമെന്നുണ്ടെങ്കിൽ ഈ തരത്തില് കൃഷ്ണനെ പറ്റിയിട്ട് അങ്ങനെ ബോഡി ഷേമിങ് നടത്തുന്ന തരത്തിലോ അല്ലെങ്കിൽ ഏജ് തോന്നിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് തോന്നിയില്ല. എനിക്ക് നിങ്ങളെ രണ്ടുപേരും കണ്ടിട്ട് പെർഫെക്റ്റ് കപ്പിൾസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഉള്ള കാര്യം പറയാലോ. എനിക്ക് ഭയങ്കര രസമായിട്ടാണ് തോന്നി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന കണ്ടിട്ടാലും. ഇത്തരത്തിൽ നെഗറ്റീവ് കമന്റ് വരുന്നതിനെ പറ്റിയിട്ട് എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്നുള്ള രീതിയായി പോയി ഫസ്റ്റ് ഞാൻ കണ്ടപ്പോ തന്നെ. അപ്പം അത് സ്വാഭാവികമായിട്ടപ്പോ നമ്മൾ എന്താ ചിന്തിക്കാം, ഒരു കാര്യമില്ലാതെ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് എല്ലാരും അസൂയുള്ളവരായിരിക്കും. എന്റെ വീട്ടിലെ എന്റെ അനിയത്തിയൊക്കെ തന്നെ അതാണ് പറയുന്നത്. അപ്പൊ അവർക്ക് അസൂയുള്ളതുകൊണ്ട് എനിക്ക് അവർ പറയുന്നത് അങ്ങനെ പറയുന്നത്. എനിക്ക് അറിയൂല, നന്ദന ആരാധികമാരുണ്ടായിരിക്കും. എപ്പോഴെങ്കിലും ആരാധികമാരുടെ ഫോൺ വന്നിട്ട് കൃഷ്ണ എടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്? അങ്ങനത്തെ ഫോണൊന്നും വരാൻ ഇല്ല. ഞാൻ അങ്ങനെ പൊതുവെ ഇൻസ്റ്റഗ്രാം ഫോണ് എടുക്കലില്ല. ഇപ്പൊ നന്ദു യൂസ് ചെയ്യുന്ന ഫോൺ നന്ദു തന്നെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനത് എടുത്തിട്ടൊന്നും നോക്കില്ലെങ്കിൽ നന്ദുവിന്റെ കോള് ഞാൻ എടുക്കാറില്ല, പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നോണ്ട് തന്നെ ഞാൻ അങ്ങനെ എനിക്കൊരു ഞായറാഴ്ച ഒരു ഓഫേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസം എനിക്ക് എന്തായാലും ഡ്യൂട്ടിക്ക് പോകും. ഞാൻ ചിലപ്പോൾ പോകുന്ന വരുന്ന സമയം പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അങ്ങനെ കാണുന്നത് ഇപ്പൊ ഞായറാഴ്ച ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട ദിവസങ്ങളിലായിരിക്കും ഞങ്ങള് കാണുന്നത്. അപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നന്ദുവിന്റെ വർക്കുമായിട്ട് നന്ദു തിരക്കിലായിരിക്കും. എനിക്ക് ചെറിയ ചെറിയ പ്രൊമോഷൻസ് ഉണ്ടാവും. പിന്നെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ചോറും കറിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്ക് ഒരു സമയം, പിന്നെ കിടന്നുറങ്ങി എണീക്കും. ഇതൊക്കെ തന്നെ എന്തൊരു മാറ്റേ. പിന്നെ അന്നപ്പോഴേക്ക് ഇപ്പൊ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ കൂട്ടാൻ പോകണം, ഇപ്പൊ രാവിലെ ആകുമ്പോൾ ഇവിടെ കൂട്ടാൻ. ലൈഫല്ല, കാമായിട്ടുള്ള. പക്ഷെ നന്ദുവിന്റെ ഷൂട്ട് ഉള്ള സമയങ്ങളാണെങ്കിൽ നന്ദുവിനെ നമുക്ക് അങ്ങനെ ഒന്നിനും കിട്ടൂല, കാണാനോ ഒന്നിനും കിട്ടൂല. നന്ദു എപ്പോഴെങ്കിലും കിടക്കും, നന്ദു രാവിലെ എണീറ്റും അങ്ങനെ ആയിരിക്കും. ഷൂട്ട് കുറഞ്ഞ ടൈം ആണെങ്കിൽ നന്ദു ഇങ്ങനെ ഒരു കൂളായിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് പോകാൻ സമയമ്പോഴേക്കും ഞാൻ വിളിച്ച് എണീപ്പിച്ചിട്ട് എന്നെ കൊണ്ട് വിട് എന്ന് പറയുന്നത്. എങ്ങനെ കൃഷ്ണയ്ക്ക് ഈ ജോലിയുടെ ഇടയ്ക്ക് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാറുണ്ടോ കുക്കിങ്ങിലൊക്കെ? എനിക്ക് പൊതുവെ കുക്കിംഗ് അങ്ങനെ അറിയില്ല. ഞാൻ അങ്ങനെ പൊതുവെ വീട്ടിലാണെങ്കിൽ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ സഹായിക്കുന്നത്, കുക്കിംഗ് ഒന്നും ചെയ്യലില്ലായിരുന്നു. ഞാനിപ്പോ അവിടെ ഹോസ്റ്റലിൽ പോയപ്പോ സെൽഫായിട്ട് നമ്മൾ കുക്ക് ചെയ്താ കഴിക്കേണ്ടത്. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങളെ കൂട്ടുകാരി എന്തെങ്കിലുമൊക്കെ വെച്ചൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇപ്പോഴാണെങ്കിൽ എനിക്ക് രാവിലെ ഒരു ടൈമിന് പോകണം, ഞാൻ ചിലപ്പോ രാത്രി ആയിരിക്കും വരുന്നത്, ചിലപ്പോ നേരത്തെ വരും. അതിനൊരു ടൈം പറയാൻ പറ്റൂല. അപ്പൊ എനിക്ക് രാവിലെ പോകുമ്പോ എനിക്ക് പറ്റുന്നതിന് പോലെ അമ്മനെ, എനിക്ക് അറിയാവുന്ന എന്തെങ്കിലും കാര്യം ഞാൻ അമ്മനെ സഹായിച്ചു ഇപ്പൊ ക്ലീൻ ചെയ്യാനോ പാത്രം അങ്ങനൊക്കെ സഹായിച്ചു. വെക്കാൻ എനിക്ക് അത്ര ഒരു വശമില്ല. ഞങ്ങളുടെ ഇവിടുത്തെ രുചിയല്ല ഇവരുടെ, എന്റെയിലും ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാനിപ്പോ അവിടുത്തെ ഇങ്ങനെ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് അധികം ഒന്നും ചെയ്യാൻ അറിയില്ല. ഞാൻ ഇവിടെ തന്നെ ചെയ്യലുണ്ടായിരുന്നില്ല. ഞാൻ പൊതുവെ ഹോസ്റ്റലിലായിരിക്കും, പിന്നെ കുറെ ദിവസം കൂടിയിട്ട് വീട്ടിൽ വരും. അപ്പൊ വീട്ടിൽ നമ്മളൊന്നും ചെയ്യൂലല്ലോ, അങ്ങനെ. ഞാൻ വീട്ടിൽ തന്നെ അങ്ങനെ +2 വരെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഹോസ്റ്റലുകളിലായിരുന്നു. അതെ. അപ്പം കൃഷ്ണന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ അച്ഛനമ്മ, എനിക്കൊരു അനിയത്തി ഉണ്ട്. അനിയത്തി എന്ത് ചെയ്യാം? അനിയത്തി ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുക. അതെ. കല്യാണം ഒക്കെ അടുപ്പിച്ച് അനിയത്തിക്ക് സങ്കടം ഉണ്ടായിരുന്നോ ചേച്ചിനെ? അനിയത്തിക്ക് സങ്കടം ഉണ്ടായിരുന്നു. അവള് അങ്ങനെ പറയുകയും ചെയ്തിരുന്നു. ചിലപ്പോ ഞാൻ കരയും, അവിടെ വന്നിട്ട് ഇറങ്ങാൻ നേരത്ത് കരയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ അവക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീട്ടില്
അല്ലാതെ ഇരിക്കുന്ന സമയത്ത് ആരും ഉണ്ടാവില്ലല്ലോ. ആ, അതെ. ഇപ്പൊ ഒരു വീട്ടിലൊരു ലോൺലി ആയിട്ട് ഇരിക്കുന്ന ഒരു ഫീൽ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ ഇങ്ങനെ അമ്മ ഇടയ്ക്ക് വിളിക്കുമ്പോ പറയാം അവർക്ക് ഇങ്ങനെ വിഷമമുണ്ട്, ഇവിടെ ആരും ഇല്ലാത്തോണ്ട് വിഷമമുണ്ട് ഇങ്ങനെ പറയും. അതെ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങള് വന്നപ്പോ നല്ല ഹാപ്പി ആയിരുന്നു. ഇനിയിപ്പൊ ഞങ്ങള് പോകുമ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. സങ്കടായിരിക്കും അല്ലേ? അപ്പൊ ഒരു ബീജം കൊണ്ടൊരു വീഡിയോ കറക്കും. അത്രേ ഉള്ളൂ. അത് ഓൾറെഡി അനിയത്തി ആണെങ്കിലും ഹോസ്റ്റലിൽ പോകുന്ന വീഡിയോസ് ഒക്കെ ഇവ അനിയത്തിനെ ഹോസ്റ്റലിൽ പോകുന്ന കുറെ വീഡിയോസ് ഇട്ട്. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു വീഡിയോ ഓൾ എടുത്തിട്ട് കണ്ണീരിൽ മുങ്ങിയിട്ടില്ല. അതിന് ഞാൻ കമന്റ് ഉണ്ട്, പ്രതികാരമാണല്ലേ വേറെ വീട്ടാണല്ലേ പറഞ്ഞിട്ട് സമാധാനമായി ആള് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ, നിങ്ങള് ഇൻഫ്ലുവൻസർ ലൈഫ്, പിന്നെ അതിൽ നിന്ന് എൻ്റർലി ഡിഫറെന്റ് ആയിട്ടൊരു ലൈഫ് സ്റ്റൈലുമായിട്ട് വരുന്ന കൃഷ്ണ, രണ്ടുപേരും 6 വർഷം പ്രണയിക്കുന്നു. പിന്നെന്താ പറയാ, ഒരുപാട് എതിർപ്പുകൾക്കൊടുവിൽ വിവാഹം കഴിക്കുന്നു. പിന്നീട് വരുന്ന വീഡിയോസിലൊക്കെ ശരത്തിന്റെ ഒപ്പം നിൽക്കുന്നു, എല്ലാത്തിനും കൂട്ടായിട്ടുണ്ടാവുന്നു. ആദ്യം പറയുന്നു എതിർപ്പായിരുന്നു, എന്നെങ്കിൽ പോലും ഇപ്പം ഏറ്റവും ബെസ്റ്റ് പാർട്ടായിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് സപ്പോർട്ടായിട്ട് ഇപ്പം കൃഷ്ണ കൂടെ ഉണ്ട്. ഇനിയും എന്താ പറയാ, ഇനിയും കുറേ വീഡിയോസ് നിങ്ങളുടേതായിട്ട് വരാനുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിനാട്ടെ, നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യം പാട്ടെ, ഈ പറയുന്ന ലവ് സ്റ്റോറി പറഞ്ഞതിനാട്ടെ, എല്ലാത്തിനും ഒരുപാട് താങ്ക്സ്. അപ്പൊ ഇനി അവസാനമായിട്ട് ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താ രണ്ടുപേർക്കും പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം, എല്ലാവരും ഒരു യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും യൂട്യൂബർ ആവാൻ പറ്റൂ. നിങ്ങളൊരു 2000-3000 വീഡിയോ ഇട്ടാൽ മതി, അതുവരെ ഫോക്കസ് ചെയ്യുക. പിന്നെ എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് ഭയങ്കര കൂടുതലായിന്. ആ സപ്പോർട്ട് എല്ലാവർക്കും കിട്ടണമെന്നില്ല. എൻ്റെ ഫാമിലിൻ്റെ സപ്പോർട്ടാണ് എന്നെ ഇവിടെ വരെ എത്തിച്ച്. അതിപ്പോ എല്ലാ കാര്യത്തിലും അവരെ സപ്പോർട്ട് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ആ സപ്പോർട്ട് ഇല്ലെങ്കിലും സ്വയം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിലും നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. എൻ്റെ എല്ലാ എല്ലാവരും എടുത്ത് പറയണം എപ്പോഴും, അമ്മച്ചനായാലും അമ്മമ്മയായാലും അമ്മച്ചന എല്ലാവരും, അമ്മിണേച്ചി, കണ്ണെ, എല്ലാവരും പറയണമെന്നുണ്ട്. പിന്നെ അതേപോലെ അളിയെ, പൊന്നേച്ചി, അക്കരക്കണ്ണെ, എല്ലാവരും, പാറു, അപ്പു, ഓരോ ആൾക്കാരെയും എടുത്ത് പറയേണ്ടതാണ്. പിന്നെ അന്ന് കൂടി എല്ലാ ആൾക്കാരെയും ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവരൊക്കെ ആ ബാക്ക് എൻഡിലും ഫ്രണ്ട് എൻഡിലും നിൽക്കാൻ ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തി ഇവിടെ വരെ എത്താൻ പറ്റിയത്. പിന്നെ നിങ്ങളിപ്പോ ഇന്റർവ്യൂവിന് വിളിച്ചതടക്കം എൻ്റെ ആ ഒരു കോർ ഉണ്ടായണ്ട. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് എത്താൻ പറ്റൂലേ. അപ്പോൾ എല്ലാവർക്കും ഓരോന്നുണ്ടാവും. എനിക്ക് എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവരൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ എത്താൻ പറ്റി. ഇത്രയൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങളെ പ്രേക്ഷകരായാലും എനിക്ക് നിങ്ങളെ പ്രേക്ഷകരോടും പറയാനുള്ളത്, എല്ലാ ആൾക്കാരും ചെയ്യുക. യൂട്യൂബർ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ അതിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് സ്വയം വരണം. താങ്ക് യു.